പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഒരു സൗഹാർദ്ദപരമായ ഒരു ചർച്ച നടത്തണമെന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഡിബേറ്റ് ഫിക്സ് ചെയ്യുകയുണ്ടായി. ഡിബേറ്റിന്റെ വിഷയം വേറൊന്നുമല്ല, പ്രിസർവേഷൻ ഓഫ് ഖുറാൻ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബൈബിൾ എന്നുള്ളത്. എന്നാൽ എന്നത്തെയും പോലെ ദാവാക്കാര് വിഷയം തെരഞ്ഞെടുത്തതിന് ശേഷം ആ വിഷയത്തിൽ നിന്ന് വാസ്തവത്തിൽ ഓടുകയാണ് ഉണ്ടായത്. അപ്പൊ അവരാ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: പ്രിസർവേഷൻ ഓഫ് ബൈബിൾ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ഖുറാൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ ചർച്ച ഇപ്പോൾ പ്രിസർവേഷൻ ഓഫ് ബൈബിൾ ഒരു ദിവസം ചർച്ച, പ്രിസർവേഷൻ ഓഫ് ഖുറാൻ വേറൊരു ദിവസം ചർച്ച. ഇതാണ് ഇപ്പോ നിലവില് അവർ എഗ്രി ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഈ ചർച്ച നടക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളുടെ പല സഹോദരന്മാരും ഇതെന്താണ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് മാറുന്നതെന്ന് ചോദിച്ചിട്ടും നമ്മളെ ചർച്ചയിൽ നിന്ന് പിന്മാറാത്തതിന്റെ കാരണം എങ്ങനെയെങ്കിലും ഈ ചർച്ച നടക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ അത് ആദ്യം ഞാൻ പൊതുജനത്തോട് പറയാം. അപ്പൊ ഈ പ്രസ്തുത ചർച്ച നടക്കുന്നത് നാളെ ഇന്ത്യൻ സമയം 3 മണിക്കാണ്. കേരളത്തിലെ ദാവാപ്രവർത്തനം നടത്തുന്ന ധാരാളം ആളുകളുണ്ട്. അതിൽ ഇപ്പോൾ ഫിലോസഫിക്കൽ രംഗത്ത് നമുക്ക് ഇസ്ലാമിക രംഗത്ത് നിന്ന് മുമ്പോട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ തന്നെയാണ് നമുക്കറിയാവുന്ന അബ്ദുൾ റഷീദ്. അപ്പൊ അദ്ദേഹവുമായിട്ടാണ് നമ്മൾ ഈ ആഴ്ച, അതായത് നാളെ ഇന്ത്യൻ സമയം 3 മണിക്ക് ചർച്ച ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ ചർച്ചയുടെ ഇപ്പോൾ നടക്കുന്ന ഈ റൂമിന്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഉദ്ദേശം, ഇതിനൊരു പ്രില്യൂഡ് അല്ലെങ്കിൽ ഒരു ആമുഖം കൊടുക്കുക എന്നുള്ള. എന്താണ് ഈ ചർച്ച, എങ്ങനെയാണ് ഈ ചർച്ചയിലോട്ട് കടന്നു വന്നത്, ഇതെല്ലാം ഒന്ന് പറയുക. അതിനുശേഷം എന്താണ് ഈ വിഷയം എന്നൊരു സാധാരണ ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ പറയുക. അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ളത് മാത്രമല്ല, സാധാരണക്കാർക്ക്, ഒരുപക്ഷെ മുസ്ലിമുകൾക്ക് പോലും ഇത് എന്താണ് വിഷയമെന്ന് അത്ര നിശ്ചയമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ വിഷയം ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, ഈ വിഷയം കഴിഞ്ഞ വ്യാഴാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ദിവസവും ഇതുപോലെ ബഹുമാനപ്പെട്ട നഹാസ് വർക്കലയുമായിട്ടും നമ്മൾ ഏകദേശം സമാന വിഷയത്തിൽ ഒരു ചർച്ച നടത്തുകയുണ്ടായി. അതിന്റെ ഒരു അനുരണനമാണ് ഈ ചർച്ച. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്താണ് ചർച്ച? ഈ ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയുധം അല്ലെങ്കിൽ ഒരു വാദമാണ് ക്രിസ്ത്യാനികളുടെ വേദങ്ങൾ തിരുത്തപ്പെട്ടു, അല്ലെങ്കിൽ ബൈബിൾ തിരുത്തപ്പെട്ടു എന്നുള്ളത്. സാധാരണയായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ പുസ്തകങ്ങളെല്ലാം തിരുത്തപ്പെട്ടതാണ്. ഖുർആൻ വളരെ പ്രിസർവ്ഡ് ആണ്, വളരെ സംരക്ഷിതമാണ്. ഒരു ആവറേജ് മുസ്ലിമിന്റെ മനസ്സിൽ അവൻ കുഞ്ഞതായിരുന്നപ്പോൾ തുടങ്ങി കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുഞ്ഞതായി തുടങ്ങി കേൾക്കുന്ന ഒരു കാര്യം എപ്പോഴും സത്യമാണെന്ന് വിശ്വസിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഈ ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇതിന്റെ ചർച്ച വരാനുള്ള കാരണം, വേറെ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് കടന്നു വന്നിട്ട് ക്രിസ്ത്യാനികൾ ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ പുസ്തകങ്ങളിൽ തിരുത്തലുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിങ്ങളുടെ പുസ്തകങ്ങൾ എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? മുഹമ്മദിന് കൊടുത്തിരിക്കുന്ന, അതായത് മുഹമ്മദിന് അള്ളാഹു കൊടുത്തിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണോ, അന്ന് കൊടുത്ത അതേ കാര്യങ്ങൾ തന്നെയാണോ ഇന്നും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതെ, വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ, ഞാൻ ഉപയോഗിച്ച വാക്ക് ഡിറ്റോ ആണോ എന്നാണ്. അപ്പൊ നമുക്കറിയാലോ ഡിറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കുത്തുകോമ വ്യത്യാസമില്ലാതെയാണ് മുഹമ്മദിന് കൊടുത്ത അതേ കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇവരുടെ വാദം. അപ്പൊ അതാണ് ഈ ചർച്ചയുടെ അടിസ്ഥാനം. അപ്പൊ നമ്മളുടെ ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുകയാണ്. ഇതിപ്പോ യൂട്യൂബിൽ ലൈവ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ അത്ര സുന്ദരനല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ മോഡ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലിങ്ക് കൊടുത്താൽ കുറച്ച് ഉപകാരമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ എന്താണ് ഇവിടെ ചർച്ച? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങൾ വേർഡ് ബൈ വേർഡ്, ലെറ്റർ ബൈ ലെറ്റർ പ്രിസർവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട്
ഇസ്ലാമിന്റെ വാദം എന്താണ് ഈ വിഷയം എന്ന് ഒന്ന് പറയണമെന്ന് ഞാൻ വിചാരിക്കാം. എന്താണ് പ്രസ്തുത വിഷയം? അപ്പൊ അതിനായിട്ട് ഞാൻ ഈ ചർച്ചയുടെ ഇപ്പൊ ഇതിന്റെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രിലൂഡായിട്ട് ഇതിന്റെ ഒരു പോസ്റ്റർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടൈം തെറ്റാണ്, കാരണം എനിക്ക് ടൈം കറക്റ്റ് ആയിട്ട് അറിയില്ലായിരുന്നു ഇത് പോസ്റ്റർ ചെയ്തപ്പോൾ. അപ്പോൾ അതിനുശേഷം 3 മണിക്കാണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. അപ്പോൾ 3 മണിക്കായിരിക്കും അതിന്റെ സമയം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുക. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് എന്താണ് അവകാശപ്പെടുന്നത്? അത് ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇന്ന് നമുക്കുള്ള ഖുറാൻ ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഖുറാൻ അവതരിപ്പിച്ച ദിവസം മുതൽ ഒരക്ഷരം പോലും മാറിയിട്ടില്ല എന്നാണ് മുസ്ലിം ഉമ്മത്ത് ഒരുമിച്ച് അവകാശപ്പെടുന്നത്. ഇന്ന് നമുക്കുള്ള ഖുറാൻ സ്വർഗത്തിലെ സംരക്ഷിത ഫലകങ്ങളിൽ അല്ലെങ്കിൽ പ്രിസർവ്ഡ് ടാബ്ലറ്റ്സിൽ ഉള്ള ഖുറാനുമായിട്ട് കൃത്യമായിട്ട് ഒന്നായിട്ടിരിക്കുന്നു എന്നാണ് ഇവരുടെ വാദം. നമ്മുടെ ഖുറാൻ പ്രവാചകൻ മുഹമ്മദിലേക്ക് അവതരിക്കപ്പെട്ടതിന്റെ എല്ലാ വിശദാംശങ്ങളിലും യാതൊരു വ്യത്യാസമില്ലാത്തതും 652 ഉസ്മാൻ പൂർണ്ണമായിട്ട് എഴുതി സമാഹരിച്ചതുമാണ്. അതായത് മുഹമ്മദിന് കിട്ടിയ ഖുറാനും ഉസ്മാന് കിട്ടിയ ഖുറാനുമായിട്ട് യാതൊരു വ്യത്യാസമില്ല. ആ ഉസ്മാന് കിട്ടിയ ഖുറാനാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്. ഇതാണ് ഇവരുടെ വിശ്വാസം. എന്നാൽ ആദ്യകാല മുസ്ലിം പണ്ഡിതന്മാർ ഇതേ കാര്യമാണ് വിശ്വസിച്ചിരുന്നത്. പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാകാം. ഖുറാൻ സൃഷ്ടിക്കപ്പെടാത്തതാണ് അല്ലെങ്കിൽ അൺക്രിയേറ്റഡ് ആണ്. സ്വർഗത്തിലെ ക്ലേ ടാബ്ലറ്റ്സിൽ, അതായത് ഫലകങ്ങളിൽ നിത്യമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇത് ക്രിസ്ത്യാനികൾ ആരും കണ്ടുപിടിച്ച് പറയുന്നല്ല, സൂറ 85:22 പറയുന്ന കാര്യമാണ്. ഖുറാൻ 610 മുതൽ 632 വരെ പ്രവാചകൻ മുഹമ്മദിനെ അവതരിപ്പിക്കപ്പെട്ടു. അവതരിക്കപ്പെട്ട അതേ കാര്യം തന്നെ ഉസ്മാൻ ഖലീഫയുടെ കാലത്ത് പൂർത്തിയാക്കപ്പെട്ടു, അതായത് എഴുതി പൂർത്തിയാക്കപ്പെട്ടു. ഖുറാൻ കഴിഞ്ഞ 1400 വർഷമായിട്ട് യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നു. ഇനി ഇത് ഇന്ന് മാത്രം പറയുന്നതാണോ, അതോ ഏതെങ്കിലും ഈ ദാവാക്കാർ പറയുന്നതാണോ? വാസ്തവത്തിൽ ആധുനിക മുസ്ലിം നേതാക്കൾ അവകാശപ്പെടുന്ന എന്താ? ഇത് ഒരക്ഷരം പോലും മാറിയിട്ടില്ല. ഇത് ഞാൻ വായിക്കുന്ന എല്ലാം കൊട്ടേഷൻസ് ആണ്. ഇതിപ്പോ പലരിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുള്ള കൊട്ടേഷൻസ് ആണ് വായിക്കുന്നത്. അത് ഒരക്ഷരം പോലും മാറിയിട്ടില്ല. അത്രമാത്രം നന്നായിട്ട് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, ഓർമ്മയിലും എഴുത്തിലും. അതിനാൽ ഇന്ന് നമുക്കുള്ള ഖുറാൻ നബിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട അതേ ഗ്രന്ഥമാണ്. നൂറ്റാണ്ടുകളുടെ ഈ ട്രാൻസാക്ഷന്റെ ഇടയിൽ ഒരക്ഷരം പോലും ക്ഷയിക്കുകയോ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഖുറാൻ എന്ന് പറഞ്ഞ ഗ്രന്ഥം പൂർണ്ണമായിട്ടും വിശ്വസനീയമാണ്. അത് അവതരിപ്പിക്കേണ്ട ദിവസം മുതൽ ഒരു മാറ്റമോ തിരുത്തലോ കൈകടത്തലോ ഒന്നും വരുത്തിയിട്ടില്ല. എല്ലാ മുസ്ലിങ്ങളും അറിയുന്നത് ഒരു ഖുറാനാണ്. നബിയുടെ മരണത്തോട് വെളിപ്പാട് അവസാനിച്ചതിന് ശേഷം യഥാർത്ഥ വാക്കുകൾ ഇന്നും പൂർണ്ണമായിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വേറൊരാൾ പറയുന്നത് ഇന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ കൃത്യമായ യഥാർത്ഥ രൂപത്തിൽ. നമ്മുടെ റഷീദ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അടുത്ത വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് പവിത്രമായ ഖുറാൻ മാനവ ചരിത്രത്തിൽ ദൈവികമായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഏക ഗ്രന്ഥമാണ്. അത് ഇന്നും കൃത്യമായ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഓരോരുത്തരുടെ വാക്കുകളാണ്. ഇത് നമുക്ക് എം അക്ബറിന്റെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഒരു പുസ്തകം നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇതേ കാര്യം തന്നെയാണ് ഇവരും പറഞ്ഞിരിക്കുന്നത്. ഇതേ കാര്യം നിങ്ങളിത് നോക്കിയാൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് വായിക്കാമെന്ന് വിചാരിക്കുന്നു. കാണാൻ അല്പം ഒരു ബുക്ക് അതുപോലെ തന്നെ കോപ്പി എടുത്തതുകൊണ്ട് കാണാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാനിത് വായിക്കാം. ജിബ്രീൽ നബിക്ക് 7 ശൈലിയിൽ ഖുറാൻ ഓതിക്കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ശൈലി വ്യത്യാസത്തോടെയാണ് ഇറക്കപ്പെട്ടതെന്നതിനാൽ തീർത്തും ബുദ്ധിമുട്ടാണ് വായിക്കാൻ. ഓക്കെ, ഞാനിത് പറഞ്ഞൊരു സാരാംശം ഞാൻ പറയുന്നത് നിങ്ങൾക്കത് ഞാൻ അല്പം വലുതാക്കി വായിക്കേണ്ടി വരും. നോക്കട്ടെ, ഞാൻ ഒന്നും കൂടെ.
ഞാൻ ആ സ്ലൈഡ് അല്പം വലുതാക്കി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. കാരണം അല്പം ചെറിയ അക്ഷരങ്ങളിലാണ് ഞാനത് കോപ്പി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വായിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ സ്ലൈഡ് അർത്ഥം ഇതാണ്. ഏകദേശം ഈ ഖുറാൻ 7 രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് അന്ന് ഇറക്കിയതുപോലെ തന്നെ ഇന്ന് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഞാൻ വേറെ ഒരെണ്ണം വായിക്കാം. ആർക്കെങ്കിലും അണുവോളം ഖുറാൻ സംരക്ഷണത്തിൽ സംശയം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അത് നിവൃത്തി വരുത്തുക സുസാധ്യമാണ്. പശ്ചിമാഫ്രിക്കയിലെ, ഇത് കേട്ടോളണം, പശ്ചിമാഫ്രിക്കയിലെ ഒരു പുസ്തകക്കടയിൽ നിന്ന് ഒരു കോപ്പി വാങ്ങിച്ച് ജാവയിൽ ഖുറാൻ മനപ്പാടാക്കിയ ഒരാൾ പാരായണം ചെയ്യുന്നതുമായി അതിനെ തട്ടിച്ചു നോക്കട്ടെ. അഥവാ ലോകത്തിലെ വൻകിട ലൈബ്രറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉസ്മാന്റെ കാലം തൊട്ട് ഇന്നോളം പല നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട മസഫുകൾ ഒന്ന് ഒത്തുനോക്കട്ടെ. ആരെങ്കിലും വള്ളി പുള്ളി വ്യത്യാസം കണ്ടുപിടിച്ചാൽ അതൊരു മഹാസംഭവം, മഹാ കണ്ടുപിടുത്തമായിരിക്കും. അതായത് ഇന്ന് ലോകത്തിൽ എവിടെ നിങ്ങൾ ചെന്ന് നോക്കിയാലും ഈ ഖുറാനുകൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്നുള്ളതാണ്. ഇത് നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകമാണ്. നിച്ച് ഓഫ് ട്രൂത്തിന്റെ തഹിമുൽ ഖുറാൻ എന്ന് പറഞ്ഞ അവരുടെ ഒരു പുസ്തകമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് നമ്മുടെ മൗദൂദിയുടെ ഒരു ഗ്രന്ഥമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവരുടെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ വാദം ഇതായിരുന്നു. ഓക്കെ, ഇനി അടുത്ത വാക്കം. മുസ്ലിങ്ങൾ ഖുറാനിന്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഒരിക്കലും തർക്കിച്ചിട്ടില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: മുസ്ലിം ചരിത്രത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലും മുസ്ലിങ്ങൾ ഖുറാന്റെ ഗ്രന്ഥം ഏതാണെന്നതിനെ കുറിച്ച് തർക്കിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്താണെന്നതിനെ കുറിച്ച് തർക്കിച്ചിട്ടില്ല. കാരണം ആ ഗ്രന്ഥം പ്രവാചകൻ മുഹമ്മദിന്റെ കാലം മുതൽ ഓർമ്മയിലൂടെയും കൈമാറ്റം ചെയ്യപ്പെട്ട എഴുത്തുരൂപത്തിലൂടെയും അറിയപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിന്റെ കോട്ടാണ്. 1400 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട 2 പകർപ്പുകളിൽ ഒന്ന്, ഉദാഹരണത്തിന് താഷ്കണ്ടിലുള്ളത്, അഹമ്മദ് വോൺ ഡെൻഫർ തന്റെ ഉലുമൽ ഖുറാൻ എന്ന പുസ്തകത്തിൽ ആദ്യകാല പകർപ്പാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ആ പകർപ്പും ഇന്ന് നാം വായിക്കുന്ന ഖുറാൻ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഇതാണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വാദം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, സാധാരണ രീതിയിൽ നിങ്ങളുടെയൊക്കെ മസ്ജിദുകളിലും അല്ലെങ്കിൽ നിങ്ങളുടെ മദ്രസകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു കുത്തും കോമയും പോലും മാറിയിട്ടില്ല. അതിന് ഒരു ഡയാക്രിറ്റിക്കൽ പോയിന്റിൽ പോലും മാറിയിട്ടില്ല എന്ന് കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് പറയാം. അതായത് കുത്ത്, കോമ, അല്ലെ, നമ്മൾ ചില്ലക്ഷരം നിങ്ങളൊക്കെ പറയുമല്ലോ, ഒരു ചില്ലക്ഷരത്തിൽ പോലും മാറിയിട്ടില്ല. ഖുറാൻ ഒന്ന് മാത്രമാണ്. ഇതൊക്കെ ഞങ്ങൾ ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചല്ല കേട്ടോ, ഇത് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന കോട്ട്സ് ഞാൻ ഇവിടെ വായിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ഡയാക്രിറ്റിക്കൽ പോയിന്റ് പോലും വ്യത്യാസമുള്ള ഒരു പകർപ്പ് കാണാൻ കഴിയില്ല. വിവിധ ഭാഗങ്ങൾ ഉണ്ടായിരുന്നിട്ടും എല്ലാവരുടെയും കൈവശം ഒരേ ഖുറാനാണ്. വാചകത്തിൽ ഒരു ചെറിയ വ്യത്യാസം പോലുമില്ല. ഒരു കയ്യെഴുത്ത് പ്രതി പോലും അറിയപ്പെട്ടിട്ടില്ല. അതായത് ചെറിയ വ്യത്യാസമുള്ള ഒരു കയ്യെഴുത്ത് പ്രതി പോലും അറിയപ്പെട്ടിട്ടില്ല. 1300-ലധികം വർഷമായിട്ട് കൃത്യമായ ഐഡന്റിക്കൽ അതാണ് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ 790 AD അല്ലെങ്കിൽ അതിന് മുമ്പുള്ള, അതായത് 790 എന്നുള്ളത് ഏറ്റവും മാക്സിമം ആണ്. അവർ പറയുന്നത് 7-ാം നൂറ്റാണ്ടിൽ എന്നുള്ളതാണ്. ഞാൻ ആ 7-ാം നൂറ്റാണ്ട് തന്നെ എടുക്കുക. 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ 670-കളിലെ അല്ലെങ്കിൽ 680-കളിലെ, വേണ്ട 650-കളിലെ ഒരു ഖുറാൻ പകർപ്പ് ഞങ്ങൾക്കുണ്ട് സുഹൃത്തുക്കളെ. അത് 1300 വർഷം മുമ്പത്തേതാണ്. ഇന്ന് നാം വായിക്കുന്ന ഖുറാനുമായി ഞങ്ങൾ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഐഡന്റിക്കലാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇസ്ലാമിന്റെ ഹിസ്റ്ററി പറയുന്നത് ഖുറാനിലെ വാക്കുകൾ അല്ലെങ്കിൽ ഖുറാൻ നഷ്ടപ്പെട്ടു, അപ്രത്യക്ഷമായി, പലതും മറന്നുപോയി, ചിലതെല്ലാം ഒഴിവാക്കപ്പെട്ടു, വളരെയധികം കാണാതെയായി, കുറച്ച് അവഗണിക്കപ്പെട്ടു, ചിലത് മാറ്റപ്പെട്ടു, ചിലത് പരിഷ്കരിക്കപ്പെട്ടു, ചിലത് മാറ്റിവെക്കപ്പെട്ടു, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് ഒന്നിനു പകരം വേറൊന്നായിട്ട് കൊണ്ടുപോകും. ഇതെല്ലാം പോരാഞ്ഞിട്ട് കുറച്ച് ആട് തിന്നു. ഇതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ ഇസ്ലാമിന്റെ ഖുറാൻ ക്രോഡീകരണത്തെ പറ്റിയുള്ള ചരിത്രം എന്താണ്, ഇസ്ലാമിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഇത്
നിങ്ങൾക്ക് അംഗീകരിക്കണോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. ഇസ്ലാം പറയുന്ന ഇസ്ലാമിന്റെ ദർസുകളിൽ അല്ലെങ്കിൽ അവരുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന കാര്യമാണ് ഞാനിവിടെ ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നത്. എന്താണ് ഇസ്ലാം ഇതിനെപ്പറ്റി പറയുന്നത്? ഇസ്ലാം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സഹീഹ് ബുഖാരി വാല്യം 6 509. ഇത് എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. അബൂബക്കറും ഉമറും സയ്യിദ് ബിൻ സാബിത്തിനെ വിളിച്ചു. യമാമ യുദ്ധത്തിൽ ഖുറാൻ മനഃപ്പാഠമാക്കിയിരുന്ന പലരും മരിച്ചതിനാൽ ഖുറാൻ ശേഖരിക്കാൻ ആവശ്യപ്പെട്ടു. സയ്യിദ് ആദ്യം വിസമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകൻ പോലും ഇത് ഇങ്ങനെ സമാഹരിച്ചിട്ടില്ല. അതായത് ഈ ഖുറാൻ പ്രവാചകൻ നേരിട്ട് കണ്ടിട്ടില്ല. പിന്നീട് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹം ഖുറാൻ ശേഖരിച്ചത് പനയോലകളിൽ നിന്നും വെള്ളക്കല്ലുകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നുമായിരുന്നു. ഒരു വചനം സൂറ 9:128 മുതൽ 129 വരെ ഒരു വ്യക്തിയുടെ കൈവശം മാത്രമേ കണ്ടെത്തിയുള്ളൂ. നിങ്ങൾ ആലോചിക്കുക, ഒരു വചനം ഒരു വ്യക്തിയുടെ കൈവശം മാത്രമേ കണ്ടെത്തിയുള്ളൂ. അപ്പൊ ഇതുപോലെ ഒരു വ്യക്തിയുടെ കൈവശം മാത്രമുള്ള ആളുകളുടെ കയ്യിൽ വേറെയും വചനം വരാമോ? നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് എവിടെയാണ്? അബൂ ഖുസൈമ അൽ അൻസാരി ഈ ആദ്യ സമാഹാരം ഹഫ്സ, അതായത് മുഹമ്മദ് നബിയുടെ ഭാര്യയും ഉമറിന്റെ മകളുമായ ഹഫ്സയ്ക്ക് നൽകി. അവർ ഇത് അങ്ങനെ ഉണ്ടാക്കിയ, അതായത് ഇവര് ഉണ്ടാക്കിയ ഖുറാൻ അന്ന് ഏകദേശം 20 വർഷത്തോളം തന്റെ കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചു. അപ്പൊ തുടങ്ങിയത് ആരാണ്? ഉമർ അബൂബക്കറിനോട് പറഞ്ഞ് അബൂബക്കർ സയ്യിദ് ബിൻ സാബിത്തിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം എവിടെ നിന്നൊക്കെയാണ് ശേഖരിച്ചത്? പനയോലകളിൽ നിന്നും വെള്ളക്കല്ലുകളിൽ നിന്നും മനുഷ്യരുടെ ഓർമ്മകളിൽ നിന്നും എല്ലാം അത് സ്വീകരിച്ച് ഒരു ഗ്രന്ഥം ഉണ്ടാക്കി. അതിനുശേഷം ഹഫ്സ അദ്ദേഹം തന്റെ കട്ടിലിന്റെ അടിയിൽ അത് സൂക്ഷിച്ചു വെച്ചു. ഇനി സഹീഹ് ബുഖാരി വാല്യം 6 510. ഉസ്മാൻ സയ്യിദ് ബിൻ താബിത്ത്, അതായത് മുഹമ്മദ് നബിയുടെ അസിസ്റ്റന്റ് ആയിരുന്ന സയ്യിദ് ബിൻ താബിത്തിനെ വിളിച്ച് ഹഫ്സയുടെ കൈവശം ഉണ്ടായിരുന്ന ഖുറാൻ അതായത് ഒന്നും കൂടെ എഴുതാൻ ആവശ്യപ്പെട്ടു. ഇത് രണ്ടാമത്തെ ഖുറാൻ സമാഹാരമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആദ്യം ഒരു ഖുറാൻ സമാഹാരം ഉണ്ടാക്കിയത് അബൂബക്കറിന്റെ നേതൃത്വത്തിൽ. അത് സഹീഹ് ബുഖാരി 6 509 അനുസരിച്ചൊരു സമാഹാരം ഉണ്ടാക്കുന്നത്. രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് 510 അനുസരിച്ചിട്ട്. ഇത് രണ്ടാമത്തെ ഖുറാൻ സമാഹാരമായിരുന്നു. ഇവിടെയും എഴുതിയത് സയ്യിദിനൊപ്പം 3 പേരെ കൂടി സഹായത്തിനായിട്ട് നിയോഗിച്ചു. അസ്-സുബൈർ അൽ-അസ് ഇബ്നു അഷാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവിടെ എഴുതേണ്ടത് ഖുറേഷി ഭാഷാ ശൈലിയിലാണ് എഴുതേണ്ടത്. മാത്രമല്ല, ഈ ഖുറേഷി ഭാഷാ ശൈലിയിൽ എഴുതിയ ഈ പകർപ്പ് രാജ്യത്തിന്റെ എല്ലാ പ്രവിശ്യകളിലേക്കും അയച്ചു. ഇനി വേറൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഈ അയച്ചു എന്ന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സകല കയ്യെഴുത്ത് കൃതികളും അവിടെ ഉണ്ടായിരുന്ന സകല കയ്യെഴുത്ത് കൃതികളും നശിപ്പിച്ചു. ഇത് ഔദ്യോഗിക രേഖകളാണ്. ഇത് ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ചല്ല. ഒരു വചനം, അതായത് സൂറ 33:23 ഒരു വ്യക്തിയുടെ കൈവശം മാത്രമേ കണ്ടെത്തിയുള്ളൂ. ഇതിവിടെയും നമുക്ക് സെയിം കാര്യം തന്നെ ആവർത്തിക്കുന്നത് കാണാൻ പറ്റും. ഇതിവിടെ തീരുന്നില്ല. വാസ്തവത്തിൽ ഇതിനുള്ള സാഹചര്യം എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് ഇത് എഴുതുന്നത്. ഇസ്ലാമിന്റെ ഒരു ഗുണം, നമുക്ക് പലപ്പോഴും ഇവരുടെ ചരിത്രം അറിയാൻ വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഇവർ തന്നെ അത്യാവശ്യം കാര്യങ്ങൾ നമുക്കുള്ളത്, നമുക്ക് ഭക്ഷണത്തിനുള്ള സാധനം ഇവർ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ജാമിയ തിർമിദി 3103 നമ്മളിങ്ങനെ വായിക്കുന്നു. ഹുദൈഫ ബിൻ അൽ യമാൻ ഉസ്മാന്റെ അടുത്തേട്ട് ചെന്നു. അപ്പോൾ അഷാമിലെ ജനങ്ങളും, നമുക്കറിയാലോ ഷാം എന്ന് പറഞ്ഞ സിറിയയുടെ ഏരിയയിലുള്ള ജനമാണ്, സിറിയ ഇറാഖ് ജനങ്ങളും ഇറാഖിലെ ജനങ്ങളും അർമീനിയയും അസർബൈജാനും കീഴടക്കാൻ യുദ്ധം ചെയ്യുന്ന സമയമായിരുന്നു. ഹുദൈഫ അവരുടെ, അതായത് ഷാമുകാരുടെയും ഇറാഖുകാരുടെയും ഖുറാൻ ഖിറാത്തിലെ വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ അദ്ദേഹം ഉസ്മാനോട് പറഞ്ഞു, ഹേ വിശ്വാസികളുടെ നേതാവേ, ഈ ഉമ്മത്തിനെ രക്ഷിക്കുക. യഹൂദരും ക്രിസ്ത്യാനികളും തങ്ങളുടെ ഗ്രന്ഥത്തെക്കുറിച്ച് ഭിന്നിച്ചതുപോലെ ഇവരും
ഗ്രന്ഥത്തെക്കുറിച്ച് ഭിന്നിക്കുന്നതിന് മുമ്പേ രക്ഷിക്കുക. അങ്ങനെ ഉസ്മാൻ ഹഫ്സയോട് സന്ദേശം അയച്ചു. നിന്റെ കൈവശമുള്ള മാനുസ്ക്രിപ്റ്റുകൾ അല്ലെങ്കിൽ സുഹൂഫ് ഞങ്ങൾക്ക് അയച്ചു തരും. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, അതായത് ഹഫ്സയുടെ കൈവശം ഇതിനു മുമ്പ് ഓർമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആര് തന്നെ? അബൂബക്കറിന്റെ നേതൃത്വത്തിൽ ഉമറും അതുപോലെ സയ്യിദ് ബിൻ താബിത്തും ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒരു ഖുറാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് അയച്ചു തരൂ. ഞങ്ങൾ അവയിൽ നിന്ന് മുസഹറുകൾ അല്ലെങ്കിൽ മുസഫകൾ ഖുറാന്റെ പകർപ്പുകൾ തയ്യാറാക്കി പിന്നീട് അത് നിനക്ക് തിരിച്ചു തരാം. ഹഫ്സ മാനുസ്ക്രിപ്റ്റുകൾ ഉസ്മാൻ ബിൻ അഫ്ഫാനിലേക്ക് അയച്ചു. ഉസ്മാൻ സയ്യിദ് ബിൻ താബിത്ത്, സയ്യിദ് ബിൻ അൽ-ആസ്, അബ്ദുറഹ്മാൻ ബിൻ അൽ ഹാരിസ് ബിൻ ഹിഷാമിന് അബ്ദുള്ള ബിൻ സുബൈറിന് മുസഫുകൾ തയ്യാറാക്കാൻ കൽപ്പന നൽകി. ഉസ്മാൻ 3 ഖുറൈശികളോട് പറഞ്ഞു, സയ്യിദ് ബിൻ താബിത്തുമായി ഖുറാനിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് അഭിപ്രായ ഭേദം ഉണ്ടായാൽ അത് ഖുറൈശി ഭാഷ ശൈലിയിൽ എഴുതുക. കാരണം ഖുറാൻ ഖുറൈശികളുടെ ഭാഷയിലാണ് അവതരിച്ചത്. നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെക്കുക. കാരണം ഖുറാൻ അവതരിച്ചത് ഖുറൈശികളുടെ ഭാഷയിലാണ്. അങ്ങനെ അവർ മുസഫുകൾ തയ്യാറാക്കിയപ്പോൾ ഉസ്മാൻ ഓരോ പ്രവിശ്യയിലെ ഒരു മുസഫ് അയച്ചു. അസൂഹി പറഞ്ഞു, ഖരീജ ബിൻ സയ്യിദ് എന്നോട് നിവേദനം ചെയ്തു. സയ്യിദ് ബിൻ താബിത്ത് പറഞ്ഞു, സൂറത്തുൽ അസാബിലെ ഒരു ആയത്ത് എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ റസൂൽ അല്ലാഹിൽ നിന്ന് കേട്ടിരുന്ന ആയത്തായിരുന്നു ഇത്. അദ്ദേഹം പറഞ്ഞിട്ട് ആ ആയത്ത് അതിനുള്ള പ്രശ്നമാണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആയത്തിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടായി. അത് അവർ കറക്റ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കേട്ടത്. ഇനി തിർമിദി അവിടെ തീരുന്നില്ല. 3103 3103 ഇതേ കാര്യം തന്നെ. അബ്ദുള്ള ബിൻ മസൂദ് പറഞ്ഞു, ഹേ ഇറാഖുകാരൻ, നിങ്ങളുടെ അടുത്തുള്ള മുസഫുകൾ സൂക്ഷിച്ചു വെക്കുക, അവ മറച്ചു വെക്കുക. കാരണം അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും മറച്ചു വെക്കുന്നുവോ അവൻ അത് ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. അതിനാൽ നിങ്ങൾ മുസഫുകളോടൊപ്പം അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുക. അതായത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ മുസഫുകളുമായിട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് ചെല്ലണം. സുഫ്രി പറഞ്ഞു, റസൂൽ അല്ലാഹിയുടെ ഏറ്റവും ശ്രേഷ്ഠരായ ചില സഹാബികൾ ഇബ്നു മസൂദിന്റെ അഭിപ്രായത്തെ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്ന് എനിക്ക് വിവരം ലഭിച്ചു. അപ്പോ അബൂബക്കർ സിദ്ദീഖ് എന്നെ വിളിച്ചു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അബൂബക്കർ പറഞ്ഞു, ഉമർ എന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, യമാമ യുദ്ധത്തിൽ, ഇത് അതേ കാര്യത്തിന് ആവർത്തിക്കുകയാണ് കേട്ടോ. ഇത് എന്തിനാണ് ഞാൻ പറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്രിസ്ത്യാനികൾ ആരും കണ്ടുപിടിച്ചൊന്നും അല്ല, ഇത് ഇവരുടെ ചരിത്രമാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ ആകാശത്തിൽ നിന്ന് വന്ന് പൊട്ടി വീണതാണോ അതോ അല്ലേ എന്ന് നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ചർച്ചയിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ സമയമില്ല. എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ അധികം പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു പ്രില്യൂഡായിട്ട് എന്താണ് ഇവരുടെ വിശ്വാസം എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും സമയം ഞാൻ മെനക്കെടുന്നത്. യമാ യുദ്ധത്തിനിടയിൽ ഖുറാൻ ഹൃദയസ്ഥമാക്കിയിരുന്ന ധാരാളം ഖാരികൾ മരിച്ചു. ഖാരികൾ എന്ന് പറഞ്ഞാൽ ഖുറാൻ മനപ്പാടമാക്കിയിരുന്ന ആളുകളെയാണ് ഖാരികൾ എന്ന് പറയുന്നത്. അവർ മരിച്ചു. ഭാവിയിൽ മറ്റു പ്രദേശങ്ങളിലും ഖാരികൾക്കിടയിൽ കൂടുതൽ മരണങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെ ഖുറാന്റെ ധാരാളം ഭാഗങ്ങൾ നഷ്ടപ്പെടുമെന്ന് എനിക്ക് ഭയമുണ്ട്. ശ്രദ്ധിക്കുക, അവരുടെ ഭയം എന്താണ്? ഖുറാന്റെ ധാരാളം ഭാഗങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടും എന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്. അതിനാൽ ഖുറാൻ ശേഖരിക്കാൻ നിങ്ങൾ കൽപ്പന ഇറക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അബൂബക്കർ ഉമറിനോട് പറഞ്ഞു, റസൂൽ അല്ലാഹി പോലും അല്ലെങ്കിൽ റസൂൽ അല്ലാഹി ചെയ്യാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? ഉമർ പറഞ്ഞു, അല്ലാഹുവിന്റെ മേൽ സത്യം, ഇത് നല്ലൊരു കാര്യമാണ്. ഉമർ എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അവസാനം അല്ലാഹു എന്റെ നെഞ്ച് തുറന്നു കൊടുത്തു. ഉമറിന്റെ നെഞ്ച് തുറന്നു കൊടുത്ത് അതുപോലെ ഞാനും അദ്ദേഹം കണ്ടതുപോലെ കണ്ടു. അപ്പോൾ സയ്യിദ് പറഞ്ഞു, അബൂബക്കർ എന്നോട് പറഞ്ഞു, നീ യുവാവും ബുദ്ധിമാനുമാണ്, നിന്നെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. നീ റസൂൽ അല്ലാഹിക്ക് വെളിപ്പാട് എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. സയ്യിദ് പറഞ്ഞു, അല്ലാഹുവിന്റെ മേൽ സത്യം, ഒരു പർവ്വതത്തെ നീക്കാൻ അവർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇത് എനിക്ക് അത്ര ഭാരമുള്ളതായിരുന്നില്ല. ഞാൻ പറഞ്ഞു, റസൂൽ അല്ലാഹി ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? അതായത് മുഹമ്മദ് ഇതുവരെ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ ചെയ്യും? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഇത്. നമ്മൾ ആദ്യം കണ്ടത് എന്താണ്, ബുഖാരിയുടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് മുസ്ലിമിന്റെയാണ്. അപ്പൊ തിർമിദിയുടെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് പലതും നമ്മൾ വായിക്കുന്നത്. ഇത് ക്രിസ്ത്യാനികൾ ആരും കണ്ടുപിടിച്ചതല്ല. ഇവരുടെ ചരിത്രം എന്താണ് പറയുന്നത് എന്ന് പറയുക എന്ന് മാത്രമേ തൽക്കാലം ഉദ്ദേശമുള്ളൂ. അങ്ങനെ ഞാൻ ഖുറാൻ ശേഖരിക്കാൻ തുടങ്ങി. തൊലികളിൽ നിന്ന്, ഈന്തപ്പനയുടെ ഇലക്കാമ്പുകളിൽ നിന്ന്, കല്ലുകളിൽ നിന്ന്, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന്. അങ്ങനെ സൂറത്ത് ബാറാത്തിന്റെ അവസാന ഭാഗം ഖുസൈമ ബിൻ താബിദിന്റെ അടുത്ത് ഞാൻ കണ്ടെത്തി. അപ്പോ ഈ ചരിത്രം വളരെ കൃത്യമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും
എന്താണ് ഇവിടെ നടക്കുന്നത്? ഒരു 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 സിനിമ, ഒരു സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഒരു കഥ സൊല്ലട്ടുമ എന്ന് പറഞ്ഞേക്കൂട്ട്. ഈ സ്റ്റോറിയുടെ പേര് ഖുറാൻ കമ്പൈലേഷൻ അല്ലെങ്കിൽ ഖുറാൻ അവതരണം, ഖുറാന്റെ ക്രോഡീകരണം. ഇതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് ഉമറാണ്. ഡയറക്ഷൻ തുടങ്ങിയത് അബൂബക്കറാണ്. അതായത് മരിച്ചതിന് ശേഷം പിന്നീട് വേറെ ആളിലോട്ട് കൈമാറിയെങ്കിലും തുടക്കം ഡയറക്ഷൻ അബൂബക്കർ സിദ്ദീഖാണ്. ധാരാളം പേര് ഇതിനകത്ത് കാസ്റ്റിലുണ്ട്, സഹനടന്മാരായിട്ട് ധാരാളം പേരുണ്ട്. പക്ഷെ ഹീറോ എന്നും ഉസ്മാനാണ്. ഇതാണ് ഈ കഥ. ഇനി ഇത് ഇവിടെ കണ്ട് തീരുന്നില്ല. ഈ ചരിത്രം, നമ്മൾ ഈ പറഞ്ഞ ചരിത്രം ഇവിടെ കണ്ട് തീരുന്നില്ല. ഫത്തൽ ബാരിയിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഇതെന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. മുസ്ലിങ്ങളുടെ അടുത്തോട്ട് നമ്മൾ ഇതാണ് നിങ്ങളുടെ ഖുറാൻ ക്രോഡീകരണത്തിന്റെ ചരിത്രം. ഞാൻ അതിനകത്ത് അറബിക്ക്, ഇംഗ്ലീഷ്, മലയാളം 3ആയിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഫത്തൽ ബാരിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഹുദൈഫ ബിൻ യമാൻ ഉസ്മാന്റെ അടുത്തേക്ക്. ഞാൻ ഒരു കാര്യം പറയാം, ക്രിസ്ത്യാനികൾ ഒരു കാര്യം പഠിക്കാൻ ഇറങ്ങിയാൽ നല്ല വൃത്തിയായിട്ട് പഠിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ വൃത്തിയായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന തെളിവുകൾ അങ്ങനെ ആയിരിക്കും. ഇത് ഞങ്ങളിപ്പോ നമ്മളാരും കണ്ടുപിടിച്ചു എന്നോ അവകാശമൊന്നുമില്ല. നിങ്ങളുടെ ഗ്രന്ഥം ഉണ്ടായത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക. അതിനുശേഷം ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യമാണ്, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇസ്ലാമിന്റെ തിയോളജിയും ഇസ്ലാമിന്റെ ഗ്രന്ഥം എന്താണെന്ന് മുസ്ലിങ്ങളെ പഠിപ്പിച്ചതിന് ശേഷം വേണം അവരോട് തർക്കിക്കാൻ. അതുകൊണ്ടാണ് ഇത്ര സമയം ഞാൻ ഇന്ന് മെനക്കെടുത്തത്. മനസ്സിലായി? എനിക്ക് സമയം കൂടുതലുണ്ടായിട്ടുണ്ടല്ല. എന്താണ് നിങ്ങളുടെ ക്രോഡീകരണ ചരിത്രം എന്ന് നിങ്ങളെ ആദ്യം പറഞ്ഞും പഠിപ്പിച്ചതിന് ശേഷം അതിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നാളെ പറയരുത് ഇങ്ങനെ അല്ല ഞങ്ങളുടെ ചരിത്രം എന്ന് നാളെ നിങ്ങൾ ആരും പറയരുത്. മനസ്സിലായോ? ഫത്തൽ ബാരി പറയുന്നത് ഇങ്ങനെയാണ്: ഹുദൈഫ ബിൻ യമാൻ ഉസ്മാന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഷാമിലെ സൈന്യവുമായിട്ട് അർമീനിയയിലും അസർബൈജാനിലും യുദ്ധം ചെയ്യുകയായിരുന്നു. ഇറാഖുകാരോടൊപ്പമായിരുന്നു അത്. അവരുടെ ഖുറാൻ ഓതുന്നതിലെ വ്യത്യാസം ഹുദൈഫയെ ഭയപ്പെടുത്തി. അദ്ദേഹം ഉസ്മാനോട് പറഞ്ഞു: അമീറുൽ മുഅ്മിനീൻ, യഹൂദരും നസ്രാണികളും ഗ്രന്ഥത്തിൽ വ്യത്യാസപ്പെട്ടതുപോലെ ഈ ഉമ്മത്ത് ഗ്രന്ഥത്തിൽ വ്യത്യാസപ്പെടുന്നതിന് മുമ്പ് നീ ഇവരെ രക്ഷിക്കുക. ഫത്തൽ ബാരിയ. അപ്പോ ഇത് അറിഞ്ഞപ്പോ, ഇത് കേട്ട വഴി ഉസ്മാന് കാര്യം കത്തി, സംഭവം മനസ്സിലായി. അപ്പൊ അദ്ദേഹം തുടങ്ങുകയാണ്. അദ്ദേഹം ഉസ്മാൻ ഹഫ്സയിലേക്ക് സന്ദേശം വെച്ചു: നമുക്ക് ആ സൂഫുകൾ തിരിച്ചു തരിക. നമ്മൾ പറയില്ലേ, ലോണായിട്ട് തന്നാൽ മതി, ഉടനെ തിരിച്ചു തരാം. ഹഫ്സയോട് പറയാം. അപ്പോ ആ മസഫുകൾ അയച്ചില്ലെങ്കിൽ എഴുത്തു തരിക, നാം അതിനെ മസഫുകളിലേക്ക് പാർത്ത് പിന്നീട് നിനക്ക് തിരിച്ചു തരാം. ഹഫ്സയോട് സേവിങ് ദ ഖുറാൻ ക്യാമ്പയിൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പറയില്ലേ, ഈ ചില സിനിമയൊക്കെ തുടങ്ങുമ്പോ പെട്ടെന്ന് ഒരു ദൂതൻ ഓടി വരുന്നു, പിന്നെയാണ് കഥ. അപ്പൊ ആദ്യം ഈ കഥ തുടങ്ങിയത് ഹുദൈഫ ബിൻ യമാൻ എന്ന് പറയുന്ന ഹുദൈഫയാണ് തുടങ്ങിയത്. യമാനിന്റെ മകനായ ഹുദൈഫ. അങ്ങനെ ഉസ്മാൻ ഹഫ്സയിലേക്ക് സന്ദേശം അയക്കുന്നു. നമ്മൾ ടൈറ്റാനിക്കിലെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പെട്ടെന്നൊരു ഫോട്ടോ കാണുന്നു, അങ്ങനെ ചർച്ച നടക്കുന്നു. അങ്ങനെ ഉസ്മാൻ ഹഫ്സയിലേക്ക് സന്ദേശം അയച്ചു, അത് തരിക. അപ്പൊ ആ ഹഫ്സ ആ സൂഫുകൾ ഉസ്മാനിലേക്ക് അയച്ചു. അപ്പോൾ അദ്ദേഹം സയ്യിദ് ബിൻ താബിത്തിനെയും അബ്ദുല്ല ബിൻ സുബൈറിനെയും സയ്യിദ് ബിൻ അസിനെയും അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ് ബിൻ ഷാമിനെയും നിയോഗിച്ചു. അവർ ആ സൂഫുകളിൽ മുസഫുകളിലേക്ക് പകർത്തി. കണ്ടോ? ഇത് നമ്മൾ ഓൾറെഡി 2-3 സ്ഥലത്ത് വായിച്ചു. ഇത് 4ാം സ്ഥലമാണ്. ഉസ്മാൻ ഖുറൈശികളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ ഖുറാൻ എന്ന് പറയുന്ന QU ഖുറാൻ, അതുപോലെ ഖുറൈഷ് QURAIS, ഖുറാൻ സമം ഖുറൈഷ്. ഖുറാൻ ഷുഡ് ബി ഓഫ് ഖുറൈഷ്. നിങ്ങളത് ഓർമ്മയിൽ വെക്കുക. ഉസ്മാൻ ആ 3 ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങളും സയ്യിദ് ബിൻ സാബിത്തും ഖുറാനിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് ഖുറൈശിയുടെ ഭാഷയിൽ എഴുതുക. കാരണം അത് അവരുടെ ഭാഷയിലാണ് അവതരിപ്പിച്ചത്. ഖുറാൻ ഈസ് ഈക്വൽ ടു ഖുറൈഷി അല്ലെങ്കിൽ ഖുറൈഷ്. അങ്ങനെ അവരെല്ലാവരും അത് ചെയ്തു. സൂഫുകൾ മുസഫുകളിലേക്ക് പകർത്തി കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ആ സൂഫുകൾ ഹഫ്സയ്ക്ക് തിരിച്ചു കൊടുത്തു. പിന്നീട് അവർ പകർത്തിയ മുസഫുകളിൽ നിന്ന് ഓരോ പ്രവിശ്യയിലേക്കും ഒരു പകർപ്പ് അയച്ചു. മറ്റെല്ലാ ഖുറാൻ ഭാഗങ്ങളും കടലാസിലോ, അല്ലെങ്കിൽ കടലാസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പാപ്പറസുകളിലോ മുസഫയിലോ ആകട്ടെ കത്തിച്ചു കളയാൻ അദ്ദേഹം കൽപ്പന നൽകി. കേട്ടോ? എല്ലാവരും പിരിഞ്ഞു പോകണം. അപ്പൊ നമ്മുടെ കയ്യില് യഥാർത്ഥ അള്ളാഹുവിന്റെ ഗ്രന്ഥം വന്നു. ഇനി എല്ലാവരും പിരിഞ്ഞു പോകണം എന്നൊക്കെ. അതാണ് ഇതേ കാര്യം തന്നെ ആയത്ത് നഷ്ടപ്പെട്ട കാര്യം പിന്നീട് ആവർത്തിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പറയില്ല, I once was lost but now I'm found എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടല്ലോ. അതുപോലെ ആയത്തുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇബ്നു ശിഹാബ് പറയുന്നു, ഖാരിജ ബിൻ സയ്യിദ് ബിൻ താബിത്ത് എന്നോട് പറഞ്ഞു, അദ്ദേഹം സയ്യിദ് ബിൻ താബിത്ത് എന്ന് കേട്ടു മുസഫ് പകർത്തുമ്പോൾ അഹ്സാബിൽ നിന്ന് ഒരു ആയത്ത് നഷ്ടപ്പെട്ടു. ഇതേ കാര്യം 4ാമത്തെ പ്രാവശ്യമാണ് നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അത് സൂറത്തിൽ ചേർത്തു.
ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ട് അത് 3 പ്രാവശ്യം പറഞ്ഞു, 4ാമത്തെ പ്രാവശ്യം ആയതുകൊണ്ട് ബോറടി ഒഴിവാക്കാൻ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് അത് പ്രധാനപ്പെട്ട കാര്യമല്ല. ഇനി ഉസ്മാന്റെ വക, അപ്പൊ നമ്മളൊരു ഒരു സാധനം ഉണ്ടാക്കി വെച്ചു, ഇപ്പൊ ഒരു മേശയോ കട്ടിലോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വേസ്റ്റ് കത്തിച്ചുള്ള പരിപാടി, അല്ലെങ്കിൽ വേസ്റ്റ് നമ്മൾ നശിപ്പിക്കും. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് ഇഷ്ടം പോലെ വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് ഇപ്പൊ ഓരോ സൂചി ആണെങ്കിൽ നീഡിൽ ഉള്ള സ്ഥലത്തിടും, അല്ല ഏറ്റവും വൃത്തികെട്ട വേസ്റ്റ് ക്ലിനിക്കൽ വേസ്റ്റ് ഇടും, അല്ല അതിനുശേഷം സാധാരണ വേസ്റ്റിനെ അതിടും, ഇനി റീസൈക്കിളബിൾ ഉണ്ടെങ്കിൽ അത്. അപ്പൊ ഖുർആൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ഉണ്ടാക്കി അള്ളാഹുവിന്റെ ഗ്രന്ഥം പ്രിപ്പയർ ചെയ്തതിനു ശേഷം അദ്ദേഹം സൂഫുകൾ മുസഫുകളിലേക്ക് പകർത്തി കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ആ സൂഫുകൾ ഹഫ്സയ്ക്ക് തിരിച്ചു കൊടുത്തു. ഹഫ്സയുടെ തിരിച്ചു കൊടുത്തിട്ടോ, ഉസ്മാൻ മാന്യനാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുത്തു. ഓരോ പ്രദേശത്തേക്കും അവർ പകർത്തിയ മുസഫുകളിൽ നിന്ന് അയച്ച് മറ്റെല്ലാ ഖുർആൻ ഭാഗങ്ങളും കടലാസിലോ മുസഫുകളോ എല്ലാം കത്തിച്ച് കളയാൻ അദ്ദേഹം കൽപ്പിച്ചു. അദ്ദേഹം ഒരു ഇക്കോ ഫ്രണ്ട്ലി മനുഷ്യനാണ്. ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഒറിജിനൽ എല്ലാം കത്തിച്ചിട്ട് അദ്ദേഹം പിന്നെ ഹഫ്സയുടെ തിരിച്ചു കൊടുത്തു. അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം കത്തിച്ച് കളയാനായിട്ട് നിർദ്ദേശം നൽകി. മാന്യനാണ് ഉസ്മാൻ, ആ രീതിയിൽ വളരെ മാന്യനായിട്ടുള്ള മനുഷ്യനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇവിടെയും പറയുന്നുണ്ട്, മുസഫുകൾ പകർത്തുമ്പോൾ ഒരായത്ത് എനിക്ക് നഷ്ടപ്പെട്ടു, ഞാൻ തന്നെ മറുത്തതുകൊണ്ട് ഞാനത് വായിക്കുന്നില്ല. ഈ അങ്ങനെ കിട്ടിയത് എവിടെയായിരുന്നു എന്നുള്ള കാര്യവും ഫത്തൽ ബാരി പറയുന്നുണ്ട്. ആ സുഹുബുകൾ അബൂബക്കറിന്റെ അടുത്തായിരുന്നു, അദ്ദേഹം മരിക്കുന്നവരെ, പിന്നീട് ഉമറിന്റെ അടുത്തായിരുന്നു, അദ്ദേഹം മരിക്കുന്നവരെ, പിന്നീട് ഉമറിന്റെ മകൾ ഹഫ്സയുടെ അടുത്തായിരുന്നു. ഇത് സുനൻ അബി ദാവൂദിന്റെ മുഹമ്മദ് ബിൻ യഹ്യ നമ്മോട് ഈ ഹദീസ് നിവേദനം ചെയ്തു. അപ്പൊ ഇനിയും ഇതേ കാര്യം ആവർത്തിക്കുന്നത് കാണാം. ഞാൻ എന്തിനാണ് ഇത് ഇത്രയും സമയം കൊടുക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇസ്ലാമിന്റെ ചരിത്രമാണ്, അടുത്ത വിശദീകരണമാണ്. ഇതേ കാര്യം തന്നെ നിങ്ങൾ നോക്കുക. ഉമർ അബൂബക്കറിനോട് പറഞ്ഞു, യമാ യുദ്ധത്തിൽ നമുക്ക് നഷ്ടമുണ്ടായി, നമുക്കിത് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ ബാർബർ എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ അബൂബക്കർ, റസൂലുള്ളാഹി ചെയ്യാത്ത കാര്യം ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഉമർ, അല്ലാഹു ആണ് സാക്ഷി, നല്ല കാര്യം, അപ്പോൾ ഉസ്മാൻ. അപ്പൊ ഇങ്ങനെ ഇത് ഖുറാന്റെ ഓരോ സ്ഥലത്തും ഖുറാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി ഇസ്ലാമിന്റെ ചരിത്രം വളരെ അരക്കിട്ട് ഉറപ്പിച്ച, ഇതൊരു സംശയത്തിന് വകയില്ലാതെ ഇത് ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡ് നരേറ്റീവാണ്. നമ്മൾ പറയില്ല സ്റ്റാൻഡേർഡ് നരേറ്റീവ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡ്. അതിന്റെ ഖുറാൻ കമ്മിറ്റി ആരൊക്കെയാണ് നമ്മളതെല്ലാം കണ്ടു. ഖുറാൻ കമ്മിറ്റി ഉണ്ട്. ഖുറാൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്, അവരെങ്ങനെയാണ് ആ കമ്മിറ്റി ഫോം ചെയ്തത്, എന്തുകൊണ്ടാണ് ഫോം ചെയ്തത്, അതിന്റെ അജണ്ട എന്താണ്, ഇതെല്ലാം നമ്മൾ കേട്ടു. എന്തുകൊണ്ടാണ് ഫോം ചെയ്തത്? ഖുറാൻ നശിക്കപ്പെടാതിരിക്കാൻ. ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ കേട്ടു. അബ്ദുള്ള ബിൻ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ അതിന്റെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്, നമുക്ക് പേര് പറയുമ്പോൾ തെറ്റിപ്പോയല്ലോ, സയ്യിദ് ബിൻ താബിത്ത്, അബ്ദുള്ള ബിൻ സുബൈർ, സയ്യിദ് ബിൻ ആസ്, അബ്ദുറഹ്മാൻ ബിൻ ഹാരിസ്, സാരി ബിൻ ഹിഷാം. ഇത് കൂടാതെ അതിന്റെ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാണ്? ആദ്യം ഉണ്ടായിരുന്നത് അബൂബക്കറും ഉമറും ആണെങ്കിൽ രണ്ടാമത് ഉണ്ടായിരുന്നത് ഉസ്മാനാണ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലും പറയുന്നുണ്ട് ഒറിജിനൽ സുർ വിത്ത് ഹഫ്സ. ഇതേ കാര്യം നിങ്ങൾക്ക് പിന്നീടും കാണാൻ പറ്റും. ഒറിജിനൽ സുർ വിത്ത് ഹഫ്സ ഇത് പറഞ്ഞ് എനിക്കും കേട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട്. ഇത് എന്തുകൊണ്ടാണ് അരക്കിട്ട് ഉറപ്പിക്കുന്നത് വെച്ചാൽ, ഇതാണ് ഇസ്ലാമിന്റെ ഖുറാൻ ക്രോഡീകരണ ചരിത്രം എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ പറയില്ല യവൻ കൊള്ളാം. ഉമർ പറയാണ് സയ്യിദ് ബിൻ താബിത്തിനോട്, നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഞാൻ കാണുന്നത്, കാരണം അവൻ യുവാവും ബുദ്ധിമാനുമാണ്, അവൻ കൊള്ളാം ചേട്ടാ. ആര്? സയ്യിദ് ബിൻ താബിത്ത്. അവൻ റസൂലുള്ളാഹിക്ക് വഹി വരെ എഴുതി കൊടുത്തിട്ടുള്ളവൻ, അവൻ കൊള്ളാം. ഇതേ കാര്യം തന്നെ തുടർച്ചയായിട്ട് ഞാനിത് യൂട്യൂബ് കാണുന്നവർക്ക് കാണാം, കൃത്യമായിട്ട് ഓരോ റെഫറൻസ്, ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇവരുടെ റെഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തതിനകത്ത് ഇതേ കാര്യം തന്നെ അബൂബക്കറിനോട് പറഞ്ഞു, നീ യുവാവും ബുദ്ധിമാനായ മനുഷ്യനാണ്, നിന്നെക്കുറിച്ച് നമുക്ക് യാതൊരു സംശയവുമില്ല, നീ റസൂലുള്ളാഹിക്ക് വഹി എഴുതി കൊടുത്തവനാണ്, അതുകൊണ്ട് ഖുർആൻ തിരഞ്ഞ് ശേഖരിക്കുക. അപ്പൊ അതേ ഡയലോഗ്, അല്ലാഹു ആണ് പർവ്വതം മാറ്റിവെക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഖുർആൻ ശേഖരിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നതിനേക്കാൾ ഭാരമേറിയ കാര്യമായിരുന്നില്ലാതെ, ഇങ്ങനെ അവസാനം പ്രോ എഗ്രി ചെയ്തു. അവസാനം അങ്ങനെ ഒരു കൊച്ചരി വാള് പറഞ്ഞു, അല്ലെങ്കിൽ ഖുർആൻ തുറന്നു. അത് എവിടെ നിന്നാണ് സ്വീകരിച്ചത്? ഇത് പിന്നെയും തുടങ്ങാം.
അടുത്ത ഗ്രന്ഥം. അങ്ങനെ ഞാൻ ഖുർആൻ തിരഞ്ഞു ശേഖരിച്ചു ഈന്തപ്പനയോകളിൽ നിന്നും ഇവിടുത്തെ കല്ലുകളിൽ നിന്നും മനുഷ്യരുടെ മനസ്സുകളിൽ നിന്നും. അവസാനം സൂറത്ത് അവിടെ അവസാന ഭാഗം അബൂ ഹുസൈമാൻ സാഹിയുടെ അടുത്ത് കണ്ടു, അത് മറ്റാരടുത്തും ഞാൻ കണ്ടിരുന്നില്ല. ഓക്കെ, സാഹചര്യം എന്താണ്? ഉസ്മാൻ പറഞ്ഞു, ഖുറാനിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ അതിന്റെ ഓതലിൽ ഭിന്നിക്കുന്നു, ഒരു മനുഷ്യൻ മറ്റൊരോട് പറയുന്നു നിന്റെ ഓതൽ ശരിയല്ല എന്ന്. അതുകൊണ്ട് ഉസ്മാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു, നിങ്ങളുടെ അടുത്തുള്ള ഖുറാന്റെ ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് എന്റെ അടുത്ത് കൊണ്ടുവരിക. ജനങ്ങൾ കടലാസുകളിൽ തുകൽപ്പുറങ്ങൾ എഴുതി വെച്ചിരുന്നത് ഖുറാൻ ഭാഗങ്ങൾ കൊണ്ടുവന്നു. അതിനുശേഷം ഉസ്മാൻ ഓരോ വ്യക്തിയെയും വിളിച്ചു ചോദിച്ചു, നീ ഈ ഭാഗം റസൂൽ അല്ലാഹിയിൽ നിന്ന് നേരിട്ട് കേട്ടതാണോ? എല്ലാവരും അതെ എന്ന് മറുപടി പറഞ്ഞു. അതിനുശേഷം ഉസ്മാൻ ചോദിച്ചു, നിങ്ങൾ ഏറ്റവും നല്ല എഴുത്തുകാരൻ ആരാണ്? ജനങ്ങൾ പറഞ്ഞു, നമ്മളൊരല്ലേ. ഏറ്റവും സൂപ്പർ ആരാണ്? അപ്പൊ ഒന്നിനും സയ്യിദ് ബിൻ താബിത്ത്. പിന്നീട് ചോദിച്ചു, ഏറ്റവും കൂടുതൽ ഭാഷാ പ്രാവീണ്യമുള്ളത് ആരാണ്? അവൻ പറഞ്ഞു, സയ്യിദ് ബിൻ ആസ്. അപ്പോൾ ഉസ്മാൻ പറഞ്ഞു, സയ്യിദ് പറയട്ടെ, മറ്റേ സയ്യിദ് എഴുതട്ടെ. അങ്ങനെ സയ്യിദ് ബിൻ ആസ് ഡിക്റ്റേറ്റ് ചെയ്യും, സയ്യിദ് ബിൻ താബിത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, എഴുതുകയും ചെയ്തു. ഖുറാൻ പൂർണ്ണമായിട്ട് പകർത്തി കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ഓരോ പ്രവിശ്യയിലേക്കും ഒരു മുസഹഫ് അയച്ചു. മക്ക, കൂഫ, ബസ്ര, സിറിയ എന്നിവിടങ്ങളിലേക്ക് ഒരു മുസഹഫ് വീതം അയച്ചു. ഓരോ മുസഹഫിനൊപ്പവും ഓരോ ഖാരി എന്ന് പറഞ്ഞാൽ ഈ ഖുറാൻ ഇങ്ങനെ ചൊല്ലുന്നയാൾ, ഖുറാൻ ഒരു അവതരണ ഒരു സംഗീതശീലി ആണല്ലോ ചൊല്ലുന്നത്, നമുക്കറിയാലോ. ഓരോ ഖാരിയെയും അയച്ചു. അദ്ദേഹം ഒരു ഖിറാത്ത് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തു. അതിനുശേഷം ഉസ്മാൻ ജനങ്ങളുടെ കയ്യിലുള്ള മറ്റെല്ലാ ഖുറാൻ പകർപ്പുകളും കത്തിച്ചു കളയാൻ ആജ്ഞാപിച്ചു. ചിലർ ഇത് കണ്ടപ്പോൾ വിഷമിച്ചു. അവർ ചോദിച്ചു, നമ്മുടെ സ്വന്തം മുസഹഫുകൾ നശിപ്പിക്കുന്ന എന്തിനാണ്? ഉസ്മാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു മുസഹഫ് മതി, ഇതിലപ്പുറം വ്യത്യാസമൊന്നും ഇനി വേണ്ട. അടുത്ത് ചരിത്രം ഞാൻ പിന്നീട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇഷ്ടംപോലെ ഇത് ഓരോരോ കോഡ്സ് ഞാൻ എടുത്തേക്കുന്നതാണ്. ഇസ്ലാമിന്റെ ചരിത്രം ഇതാണ് പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. നിങ്ങൾ യൂട്യൂബാണ് കാണുന്നതെങ്കിൽ ഓരോ കോഡ്സും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഖുറാൻ ആദ്യം കമ്പയർ ചെയ്യുന്നു, അബൂബക്കറിന്റെ വക, അതിനുശേഷം ഉസ്മാന്റെ വക, അതിനുള്ള സാഹചര്യം എങ്ങനെയാണ്, ആരൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് സംഭവിച്ചത്, എല്ലാം വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാനായിട്ട്. ഇതെങ്ങനെയാണ് ഖുറാൻ ഉണ്ടായത് അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ, കൊല്ലനും പറഞ്ഞില്ല, കൊല്ലത്തി പറഞ്ഞില്ല, തിത്തുതൈന്നൊരു കൊച്ചരി, അങ്ങനെ ഉണ്ടായതല്ല ഖുറാൻ. ഖുറാൻ എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക ചരിത്രകാരന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ അടുത്ത ദിവസം പരിശോധിക്കും. ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞത് ഇസ്ലാമിന്റെ, നമ്മൾ കണ്ടുപിടിച്ചതല്ല, ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡ് നരേറ്റീവ് ആണ് എന്ന് മാത്രം നിങ്ങൾ തൽക്കാലം ഓർക്കുക. അടുത്ത റെഫറൻസ് ആണ് ഇത്. നിങ്ങൾ യൂട്യൂബ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോറടിക്കുന്നുണ്ടാവും. ഇത് തന്നെ ടൈം ആൻഡ് അഗെയിൻ പറയാം. ഇത് ഓരോരോ റെഫറൻസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടത് ഹദീസ് നമ്പർ, ഇപ്പൊ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഹദീസ് നമ്പർ 4987 സഹീഹ് ബുഖാരി. ഫത്തൽ ബാരിയിൽ ഇബിൻ ഹാജറിന്റെ വോളിയം 9 ദ കമന്ററി ഓഫ് ദ സെയിം ചാപ്റ്റർ. നമുക്കിതും സെയിം കാര്യം തന്നെ കാണാൻ പറ്റും. ഇനി പ്രശ്നം നോക്കുക, ഒരു അധ്യാപകൻ ഒരാളുടെ വായന രീതി പഠിപ്പിക്കുകയും മറ്റൊരു അധ്യാപകൻ മറ്റൊരാളുടെ രീതി പഠിപ്പിക്കുകയും ചെയ്തു. കുട്ടികൾ കൂടുമ്പോൾ തമ്മിൽ വഴക്കിട്ടു. പിന്നീട് അത് അധ്യാപകരിലേക്ക് എത്തി. അവസാനം ചിലരെ കാഫിർ എന്ന് വിളിച്ചു. ഈ ഖുറാൻ പറയുന്നത് കേട്ട അവസാനം ചിലരെ കാഫിർ എന്ന് വിളിച്ചു. ഈ വിവരം ഉസ്മാന്റെ അടുത്തെത്തി. ഇത് വേറൊരു അക്കൗണ്ടാണ് കേട്ടോ. ഈ വിവരം ഉസ്മാന്റെ അടുത്തെത്തി. അദ്ദേഹം ജനങ്ങളോട് പ്രസംഗിച്ചു, നിങ്ങൾ എന്റെ മുമ്പിൽ തന്നെ വ്യത്യാസപ്പെടുന്നു. ഇവിടെ നിങ്ങൾ എന്റെ മൂട്ടിൽ തന്നെ, അല്ലെങ്കിൽ എന്റെ ഇത്രയും അടുത്തുള്ള ആൾക്കാരെ നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുവാണ്. ഇങ്ങനെയാണെങ്കിൽ ദൂരെ മറ്റുള്ള പ്രവിശ്യകളിൽ, ഇപ്പൊ ബാഗ്ദാദിലോ അല്ലെങ്കിൽ ബുസ്രയിലോ അല്ലെങ്കിൽ ഈജിപ്തിലോ അങ്ങനെയുള്ള, അല്ലെങ്കിൽ സിറിയയിലോ ഒക്കെ ഉള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെ? നമ്മൾ പറയില്ല, ഇപ്പൊ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെയാണെങ്കിൽ ഇത്തിരി ദൂരെ എന്തായിരിക്കും? അൽ ഇത്ഖാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ആ ഗ്രന്ഥകാരൻ പറയുന്ന കാര്യം ഇതാണ്. നിങ്ങളിൽ ആരും, ഇത് നമ്മൾ കഴിഞ്ഞ ഡിബേറ്റിൽ പറഞ്ഞാണ്, അപ്പൊ നിങ്ങൾ ചില കയ്യിൽ ഓർമ്മയുണ്ടാവും. നിങ്ങളിൽ ആരും ഞാൻ ഖുറാൻ മുഴുവൻ വായിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന് പറയരുത്. അതെല്ലാം എത്രയാണെന്ന് അവന് എങ്ങനെ അറിയാം? ഖുറാന്റെ ധാരാളം ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതിനാൽ എനിക്ക് ലഭിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം പറയണം. ഒരുത്തൻ പറയുമ്പോൾ ഞാൻ ഖുറാൻ വായിച്ചു എന്ന് പോലും പറയരുത്.
വോളിയം 2, പേജ് 25, 1935, അലബി കൈറോ എഡിഷൻ, അല്ലത് ഖാനിൽ നിന്നാണ് വായിച്ചത്. അപ്പൊ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ ജനറസ് ആണ്. അപ്പൊ പറയാമെന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിന്റെ ധാരാളം പണ്ഡിതന്മാരും ധാരാളം ഗ്രന്ഥങ്ങളും ഖുറാൻ അവതരണത്തെ പറ്റിയും ഖുറാൻ സംരക്ഷണത്തെ പറ്റിയും അല്ലെങ്കിൽ പ്രിസർവേഷനെ പറ്റിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഖുറാൻ അൽ ബുഖാരി 6/510 അനുസരിച്ച് ഉസ്മാന്റെ രണ്ടാമത്തെ ഖുറാൻ നമുക്ക് ഇന്ന് 5 നഗരങ്ങളിലേക്ക് ഈ ഉസ്മാൻ അയച്ചു കൊടുക്കുന്നതാണ്. അതിന്റെ പകർപ്പുകൾ ഒന്നും ഉണ്ടോ? വെറും 1400 വർഷം പഴക്കമുള്ളതാണെന്ന് ഓർക്കുക. 1300 ചില വർഷം, 400 വർഷം കുടിക്കും. ഈ 1400 വർഷം പഴക്കമുള്ള രാജകീയ ഖുറാൻ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു കാര്യം ഓർക്കുക, 1700 വർഷം പഴക്കമുള്ള ബൈബിളിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഫുൾ ഞാൻ പറഞ്ഞത് പാർഷ്യൽ ഒന്നുമല്ല, ഫുൾ ബൈബിൾ ന്യൂ ടെസ്റ്റ്മെന്റ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. 1400 വർഷം പ്രായമുള്ള ഖുറാന്റെ കയ്യെഴുത്ത് കൃതികളൊന്നും ഉണ്ടോ? ഇസ്ലാം ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ ആ ഉണ്ടായ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കേസ് നിങ്ങൾ ഓർത്തു നോക്കുക. ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കുമ്പോൾ ആദ്യത്തെ 350 വർഷങ്ങള് ക്രിസ്ത്യാനികളെയും അവരുടെ ഗ്രന്ഥങ്ങളെയും കത്തിക്കുന്ന സ്വഭാവമായിരുന്നു ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിരുന്നു. സോറി, അവിടെ അന്നുള്ള രാജാക്കന്മാർക്കുണ്ടായിരുന്നു. ഇസ്ലാമിന് അങ്ങനെയല്ല. ഇസ്ലാം ഉണ്ടായി വീണത് അധികാരത്തിലേക്കാണ്. അതായത് ഖുറാന്റെ ആദ്യത്തെ പകർപ്പ് ഉണ്ടാകുന്നത് മുതൽ ഇന്ന് വരെ 2026 വരെ മിഡിൽ ഈസ്റ്റ് ഭരിക്കുന്നത് ഇസ്ലാമാണ്, അല്ലെ? ഒരു പൂർണ്ണമായിട്ടുള്ള 7-ാം നൂറ്റാണ്ടിലെ പകർപ്പ് വേണ്ടേ? ഒരെണ്ണം. ഖുറാന്റെ ആദ്യകാല കയ്യെഴുത്ത് കൃതികളെ പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവയിലൊന്നും പൂർണ്ണമല്ല. അതായത് ഏകദേശം 114 സൂറകൾ നമുക്ക് ഇന്നുണ്ട്. അവയിലൊന്നും ഇന്ന്, അതായത് 924 ഉണ്ടാക്കിയ ഹഫ്സ് ഖുറാനുമായിട്ട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ഞാൻ എന്തിനാണ് പറയണത്? ഇത് പുതിയ കാര്യമൊന്നുമല്ല, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ് ചർച്ച എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ബേസിക്കലി എന്താണ് ചർച്ച? ഹഫ്സ് ഖുറാനുമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കുന്ന കയ്യെഴുത്ത് പ്രതികൾ ഇന്ന് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫഹദ് വേർഷൻ, നമ്മുടെ കിങ് ഫഹദ് വേർഷൻ, കിങ് ജെയിംസ് വേർഷൻ, കിങ് ഫഹദ് വേർഷനുമായിട്ട് നമുക്ക് ബന്ധമുള്ള ഖുറാൻ ഇന്ന് ഏതെങ്കിലും പുരാതന കയ്യെഴുത്ത് പ്രതി ഉണ്ടോ? അതിനാൽ തന്നെ പൂർണ്ണ ഖുറാൻ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഖുറാന്റെ പൂർണ്ണ കയ്യെഴുത്ത് കൃതികൾ ആദിമ നൂറ്റാണ്ടിൽ തന്നെ ലഭ്യമാണെന്നുള്ളത്. നിങ്ങളത് ഇസ്ലാമിന്റെ ഏറ്റവും നട്ടാൽ മുളയ്ക്കാത്ത നുണയാണത്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും 96% ഖുറാൻ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ ഖുറാൻ വാക്യങ്ങളും നമുക്ക് ആദ്യ നൂറ്റാണ്ടിലെ കയ്യെഴുത്ത് പ്രതികളിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ്. വാസ്തവത്തിൽ ചെയ്തത് കിട്ടിയത് മുഴുവൻ കൂട്ടി വെച്ചിട്ടാണ് ഈ 96% ആയത്. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് അത് ഒരു ഖുറാനിൽ നിന്നല്ല, കിട്ടിയത് മുഴുവൻ ചന്നം ഭിന്നം വസ്തുക്കളിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റുകൾ കിട്ടിയത് കൂട്ടി വെച്ച് 96+4 എന്ന് പറയാനേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ ആ സ്ലൈഡ് കാണിക്കുന്നുണ്ട്, ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അല്ലാതെ ഒരു ബുക്ക് അത് 100% കിട്ടിയതേ അല്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. (736) മുതൽ 936 വരെ ഏകദേശം 30 പാരായണങ്ങൾ, ധാരാളം ട്രാൻസ്മിറ്റർമാർ, അതായത് ഏകദേശം 200 ചില്ലാൻ വർഷങ്ങൾക്കുള്ളിൽ ധാരാളം ട്രാൻസ്മിറ്റർമാരുണ്ടായിരുന്നു. പറയുന്നത് റാവികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായി? അതായത് ഓരോ പ്രവിശ്യയിലും ഈ ഖുറാൻ വായിക്കുന്ന ആളുകൾ, ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ സൗദി അറേബ്യയിൽ വായിക്കുന്ന ഒരു ഈണത്തിലും സുഖത്തിലും അല്ല നമ്മുടെ നാട്ടിൽ ഒരു സാധാരണ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊണ്ടോട്ടിയിൽ ചെന്ന് കേൾക്കുന്ന ഒരു രീതിയിലാണോ
സൗദി അറേബ്യയിൽ വായിക്കുന്ന പറയുമ്പോൾ പറയാം അതെ രണ്ടും ഖുറാൻ രണ്ടും അറബി. പക്ഷെ നമുക്ക് അറിയാം കുറച്ചുകൂടെ ഒത്തന്റിക് എപ്പോഴും എവിടെയായിരിക്കും ഒരു അറബി വായിക്കുന്നതായിരിക്കും അല്ലെ. എത്ര ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ടത് എന്ന് ചോദിച്ച മാതിരി പഠിക്കുന്നവരും പഠിച്ചവരൊക്കെ ഉണ്ടാവും. പക്ഷെ അറബി ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേര് ഇംഗ്ലീഷ് പഠിച്ചു പോകുന്നുണ്ട്. ഒരു ഇംഗ്ലീഷുകാരൻ പറയുന്ന ഒരു രീതി വരണമെങ്കിൽ അവിടെ ബോൺ ബ്രോട്ടപ്പ് ആയ അല്ലെങ്കിൽ അതുപോലെ അഭ്യാസം പഠിച്ച ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തും വിവിധങ്ങളായ ട്രാൻസ്മിറ്റർമാരുണ്ടായിരുന്നു. അവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ഇതൊരു സാധാരണ രീതിയിലുള്ള കാര്യമുണ്ട്. ഇത് നമ്മൾ കുറ്റമായിട്ട് പറയുന്നല്ല. പക്ഷെ ഇത് ഒരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് 7 കാനോനിക്കൽ റീഡർമാരെ അവരുടെ 2 ട്രാൻസ്മിറ്റർമാര് മാത്രം വേണമെന്നുള്ള വ്യവസ്ഥ വന്നു. ഇത് പിൽക്കാല ചരിത്രമാണ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഖുറാൻ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ അതെങ്ങനെ നിങ്ങളുടെ കയ്യിലോട്ട് വന്നു, നിങ്ങളെങ്ങനെ നിങ്ങളായി എന്നൊരു പാട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് നിങ്ങൾക്കറിയാമോ? അപ്പൊ നിങ്ങളെങ്ങനെ നിങ്ങളായി എന്നുള്ള ചരിത്രമാണ് നമ്മളിവിടെ പറഞ്ഞത്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, ഒരു 5 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരു സ്ത്രീ 10-15 വർഷം മുമ്പ് ലോക മുസ്ലിങ്ങളുടെ നെഞ്ചിൽ തീ കോരിട്ടുണ്ട് ഏകദേശം 26ഓളം ഖുറാൻ പ്രദർശിപ്പിച്ചു. ഇന്നിപ്പോ അത് 37 ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഖുറാൻ എന്ന് മദ്രസകളിൽ പഠിച്ചതും മോസ്കുകളിൽ നിന്ന് മുഴങ്ങിക്കേട്ടതുമായ ശബ്ദത്തിന് ശക്തി പോരാ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. മനസ്സിലായോ? ഇനി നമ്മൾ ഈ കാണുന്ന ഹബ്സിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. AD 736 മുതൽ 936 ഉള്ള സമയത്ത് ഉണ്ടായിരുന്ന പല സ്റ്റാൻഡേർഡ് റീഡിങ്സിൽ നിന്ന് ഒരെണ്ണം മാത്രമാണ് ഹബ്സ്. ഇതൊന്നും ഈ ചരിത്രം ഒന്നും കോണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മനസ്സിലായോ? ഇതിപ്പോ നമ്മളായിട്ട് കണ്ടുപിടിച്ചതോ പുതുതായിട്ട് ക്രിസ്ത്യാനികളുടെ വാദമോ അല്ല. ഞാനിത് എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ചരിത്രം എന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് ഇപ്പൊ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ജോലി മുസ്ലിങ്ങളെ വിമർശിക്കുന്നതിന് മുമ്പ് ആദ്യം മുസ്ലിങ്ങൾ എന്താണ് പറയുന്നതെന്ന് വിശ്വസിക്കുന്നതെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അത് പഠിച്ചു എന്ന് ഉറപ്പാക്കിയിട്ട് ശേഷം വിമർശിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ധാരാളം പേരിൽ ഒരാളാണ്. ഇനി എങ്ങനെയാണ് ഈ ഇന്ന് കാണുന്ന രീതിയിലോട്ട് ഹഫ്സ് ഖുറാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കിങ് ഫഹദ് വേർഷൻ എങ്ങനെയാണ് വന്നത് എന്നുള്ള ഒരു ചെറിയ ചരിത്രവും കൂടെ ഞാൻ പറയാം. 924 ഈജിപ്തിലെ കെയ്റോ നഗരത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റുകളിൽ വലിയ പ്രശ്നമുണ്ടായി. കാരണം വിദ്യാർത്ഥികൾ ഖുറാനിൽ നിന്ന് ഉദ്ധരിച്ചപ്പോൾ വ്യത്യസ്തമായ ഉത്തരങ്ങൾ ലഭിച്ചു. അതായത് 30 വ്യത്യസ്ത ഖുറാനുകളാണ് ആ സ്ഥലങ്ങൾ ഉപയോഗപ്പെട്ടിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ നിങ്ങളിപ്പോ പറയുന്നുണ്ടല്ലോ ഒരു ഖുറാൻ, ഒരു മുസഫ്, അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് നൂലയിൽ ഇറക്കി കിട്ടിയ ഗ്രന്ഥം എന്ന് പറഞ്ഞ സ്ഥലത്ത് 924, അതായത് 100 വർഷമായിട്ടുള്ളൂ അറിയും. 100 വർഷത്തിന് മുമ്പ്, വെറും 100 വർഷത്തിന് മുമ്പ് 30 വ്യത്യസ്ത ഖുറാനുകൾ ഉപയോഗിച്ചിരുന്നു. അവർ അൽ അസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി മുഹമ്മദ് ബിൻ അലി അൽ ഹുസൈനി അൽ ഹദ്ദാദ് എന്ന് പറഞ്ഞൊരു പണ്ഡിതനോട് ഈ 30 ഖുറാനുകളിൽ നിന്ന് ഒന്ന് മാത്രം ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം 796 AD ഉണ്ടായിരുന്ന പ്രയോഗത്തിലുണ്ടായിരുന്ന ഹഫ്സ് ഖുറാൻ റാൻഡമായിട്ട് തിരഞ്ഞെടുത്തു. ആലോചിച്ച് നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കൂട്ട് ഏകദേശം ആ 200 വർഷത്തെ ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന 30-ൽ പരം ഖുറാനുകളിൽ നിന്ന് ഒരെണ്ണം, നമ്മൾ പറയില്ലേ 30 എണ്ണത്തിൽ നിന്ന് 30 കൊട്ട മീൻ ഇരിക്കണം, അതിനകത്ത് ഒരു കൊട്ട തിരഞ്ഞെടുത്തു പറഞ്ഞ കൂട്ട് ഒരെണ്ണം ഇങ്ങെടുത്തു. ഓക്കെ. കൈറോയിലെ ഹൈസ്കൂളുകളിൽ ഇനി അതേ പറ്റുള്ളൂ. വേറെ നമ്മൾ പറയില്ലേ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഫിക്സ് ചെയ്തു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇൻഡോ പാക് യുദ്ധത്തെ പറ്റി എഴുതുന്നത് 2 രീതിയിലായിരിക്കും ഒബിയസ്ലി, അല്ലേ? ഇന്ത്യയിലും പാകിസ്ഥാനിലും ഇൻഡോ പാക് യുദ്ധത്തെ പറ്റി ഇന്ത്യയിലും ചൈനയിലും ഇൻഡോ ചൈന യുദ്ധത്തെ പറ്റി എഴുതുന്നത് 2 രീതിയിലായിരിക്കും. നമ്മൾ നല്ലവരും അവർ മോശക്കാരും ഒബിയസ്ലി അങ്ങനെയായിരിക്കും. ഇപ്പൊ കശ്മീരി അവന്റെ ചരിത്രം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു വിമതൻ
അവന്റെ ചരിത്രം എഴുതുമ്പോൾ അവന്റെ ആംഗിളിൽ നിന്നാണ്. പക്ഷെ നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ ഇന്ത്യയിലുള്ള സ്കൂളുകളിൽ മാർക്ക് കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ വീക്ഷണത്തിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ, നമുക്ക് പ്രിസ്ക്രൈബ്ഡ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റുകൾ എഴുതിയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇതുപോലെ അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ ഈ മുഹമ്മദ് ബിൻ അലി അൽ ഹുസൈനി അൽ അദാദ് എന്ത് പറഞ്ഞു? ഇനി നിങ്ങൾക്ക് സംഭവം എല്ലാം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഹഫ്സിൽ നിന്ന് എഴുതിയാലേ കിട്ടുള്ളൂ. അങ്ങനെ ഹഫ്സ് ഖുർആൻ തിരഞ്ഞെടുത്തു. അത് ആർക്ക് വേണ്ടിയാണ്? കൈറോയിലെ ഹൈസ്കൂളുകൾക്ക്. ഇത് ഇവിടെ അറിയാവുന്നവർക്ക് ഇത് ബോറായിരിക്കും, ശ്രമിക്കുക. കാരണം ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞു. ഇത് പറയാതിരുന്ന അല്ലെങ്കിൽ ഇല്ല ഇത് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയും, അതുകൊണ്ടാണ്. അപ്പൊ ബാക്കി വ്യത്യസ്ത ഖുറാനുകളെല്ലാം ശേഖരിച്ചിട്ട് ആദ്യം നമ്മൾ ഉസ്മാൻ കത്തിച്ചെങ്കിൽ ഇവർ അത്രയും പോരാ. ഈ കത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാട്ടുതീ ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പൊ ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡ്രൈ ഏരിയ ആണ്, കാട്ടുതീ ഉള്ളത് കൊണ്ടായിരിക്കാം. ഇതെല്ലാം കൂടെ നൈൽ നദിയിൽ മുക്കി. ഏത് എല്ലാം കഴിയുന്നിടത്തോളം എല്ലാം ശേഖരിച്ചിട്ട് നൈൽ നദിയിൽ മുക്കി. അവര് വിചാരിച്ചു നമ്മുടെ ജോർജ് കുട്ടിയുടെ മാതിരി ഈ രഹസ്യം എന്നോട് കൂടെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ ഖുറാനുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു തുടങ്ങി. ജോർജ് കുട്ടി വിചാരിച്ചില്ല ഇത് പരിശോധിക്കപ്പെടുമെന്നും പോലീസ് സ്റ്റേഷൻ കുഴിക്കുമെന്നും. ജോർജ് കുട്ടി എന്താണ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ബാക്കി 29 വ്യത്യസ്ത ഖുറാനുകൾ ശേഖരിച്ച് നൈൽ നദിയിൽ എറിഞ്ഞു മുക്കി. പ്രശ്നം തീരുമെന്നവർ കരുതി. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു ഇന്നും നിങ്ങൾക്ക് ഈ വ്യത്യസ്ത ഖുറാനുകൾ റാൻഡം ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുമെന്ന് ലോകത്തിന് മനസ്സിലായത്. ഞാൻ പറഞ്ഞ 5 അടി 2 ഇഞ്ചുള്ള ഒരു പെങ്കൊച്ച്, ഒരു ടർക്കിഷുകാരിയായിരിക്കുന്ന ഒരു പെങ്കൊച്ച് പോയിട്ട് അത് സാധാരണ കടയിൽ നിന്ന് മേടിച്ച് ലോകത്തിന്റെ മുമ്പാകെ പ്രദർശിപ്പിച്ചപ്പോഴാണ്. ഖത്തൂൻ താഷ് എന്ന് പറയുന്ന ഒരു കുറിയ സ്ത്രീ, അവരുടെ ജീവന ഭീഷണിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അവരിപ്പോ ഏതോ തുറങ്ങിന്റെ അകത്താണ്. തുറങ്ങിന്റെ അകത്ത് വെച്ചാൽ അവരൊരു ഐ തിങ്ക് ഷീസ് ഇൻ അണ്ടർഗ്രൗണ്ട്. കാരണം അവരുടെ ജീവന ഭീഷണി ഉണ്ടെന്ന് തോന്നുന്നു. റാൻഡമായിട്ട് പ്രത്യക്ഷപ്പെടാറുണ്ട്, പക്ഷെ അവർക്ക് ലൈഫിന് ത്രെട്ട് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മേ ബി റോങ്. ഒരു പല പ്രാവശ്യം ആക്രമിക്കപ്പെട്ടു പരസ്യമായിട്ട്. കാരണം ഇത് അവർക്ക് താങ്ങാൻ പറ്റുന്ന അധികമാണ്. ഏകദേശം 1400 വർഷം ഉണ്ടായിരുന്ന നുണകളെ ഒരു ദിവസം കൊണ്ട് ഒരാൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ മദ്രസകൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും ഈ കുത്തിനും പുള്ളിക്കും വ്യത്യാസമില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ചർച്ചകൾ നടക്കണം? ഞാൻ പറഞ്ഞത് പ്രവാചകൻ എന്താണെന്നുള്ള കാര്യം ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി. പ്രവാചകൻ എന്താണെന്നുള്ള കാര്യം കേരള പൊതുസമൂഹത്തിന് ഇന്ന് അറിയാം. അപ്പൊ ഞാനായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ ഖുറാൻ എന്തോ വലിയ കാര്യമാണെന്ന് ഇന്നും ചില മനുഷ്യർ ധരിക്കുന്നു. ഇന്നും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ അബ്ദുൾ റഷീദ് സാഹിബിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ചർച്ച ഇങ്ങനെ എടുക്കാൻ സാധാരണക്കാർക്ക് ധൈര്യം ഇല്ലാത്ത കേസാണ്. ഖുറാൻ പ്രിസർവേഷൻ എന്ന് പറഞ്ഞ ചരിത്രം ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി ഇതിന്റെ പ്രശ്നങ്ങളെ പറ്റി അദ്ദേഹം നല്ല വിശ്വാസിയാണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വേണ്ടത്ര രീതിയിൽ അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം വിട്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ ധൈര്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. നാളെയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അപ്പൊ അങ്ങനെ ഈ ഹഫ്സ് തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണം, ഈ ഹഫ്സ് കള്ളനും വിശ്വസിക്കാൻ പറ്റാത്തവനും, ഇത് നമ്മൾ കഴിഞ്ഞ ഡിബേറ്റിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത് നമ്മുടെ റഷീദ് സാഹിബിന് അതൊരു പരിശീലനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ 2 രീതിയിലാണത്. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിലെ ആൾക്കാരെ അവരെ ആദ്യം ഒരു ഡിബേറ്റേഴ്സിന് ട്രെയിൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറഞ്ഞത് ഈ ഹഫ്സ് എന്ന് പറഞ്ഞ മഹാകള്ളനും അവിശ്വസനീയം ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നവനും പാരമ്പര്യം തെറ്റായിട്ട് പറയുന്നവനും ഒക്കെയാണ്. അപ്പൊ ഇത് എന്തിനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഈ ഹഫ്സ് ഖുറാൻ ടെസ്റ്റുകളിൽ സ്റ്റാൻഡേർഡ് ഉത്തരങ്ങൾ, അതായത് ഒരേ രീതിയിലുള്ള ഉത്തരങ്ങൾ ലഭിക്കാൻ വേണ്ടി ഹൈസ്കൂൾ പരീക്ഷകളിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്താണ് ഹഫ്സ് ഖുറാൻ. അല്ലാതെ ഇതൊരു അല്ലെങ്കിൽ ഒരു കാലിഫേറ്റിന്റെ വഴി തിരഞ്ഞെടുത്തില്ല. 1924 നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കാലിഫേറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ്? ടർക്കിയിലാണ്. കാലിഫേറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. ലോകമയുദ്ധം കഴിഞ്ഞു, കാലിഫേറ്റ് ഒന്നും ഇല്ല. ആരാണ് ഇയാൾക്ക് അവകാശം കൊടുത്തത്? അപ്പൊ രാഷ്ട്രീയ കാരണങ്ങൾ വഴി തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഹഫ്സിനെ 35 വർഷം മുമ്പ്, അതായത് 35 ഇപ്പോ 986 സൗദി അറേബ്യ സർക്കാർ സൗകര്യത്തിന്റെ പുറത്ത് തിരഞ്ഞെടുത്തു. എന്നിട്ടും സൗദി സർക്കാർ തങ്ങളുടെ സ്വന്തം ഭാഷാശൈലിക്ക് പകരം ഇറാഖി ഭാഷാശൈലി എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം ഇതുവരെ മനസ്സിലായത്. നിങ്ങൾക്കറിയാം, കൂഫ എന്ന് പറഞ്ഞ സ്ഥലം വാസ്തവത്തില് ഇറാഖിലാണ്. അവിടെ നിന്നാണ് ഈ ഹഫ്സ് വരുന്നത്. അപ്പൊ യഥാർത്ഥ ഭാഷാശൈലി സൗദിയുടെ എടുക്കാതെ എന്ത് ചെയ്തു?
35 വർഷം മുമ്പ് അല്ലെങ്കിൽ 40 വർഷം മുമ്പ് കൂഫയിൽ എടുത്തു. ഈ പ്രക്രിയയിലൊന്നും ടെക്സ്റ്റ്വൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് വിമർശനം അവർ ഉപയോഗിച്ചിട്ടില്ല. ഹഫ്സിന്റെ ഗ്രന്ഥം യഥാർത്ഥ ഉസ്മാനി ഖുറേഷി ഗ്രന്ഥത്തോട് സാമ്യമുള്ളതാണോ എന്ന് പരിശോധിച്ചിട്ടില്ല ഇതുവരെ. ഈ ഖിറാത്ത് അല്ലെങ്കിൽ ഈ എഴുത്ത് ഖുറാനുകൾ യഥാർത്ഥ മുസഫുകളുമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറിച്ച് പാരായണ രീതികളുമായിട്ട് മാത്രം ബന്ധപ്പെട്ടാണ്. താരതമ്യം ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് ഖുറൈശി മാനുസ്ക്രിപ്റ്റ് ഇല്ല. ഇനി ഹഫ്സ് തന്നെ ഒരെണ്ണാണോ? ആണ് ഏറ്റവും വലിയ കോമഡി. ഇപ്പൊ നിങ്ങൾ പറയല്ലേ ഹഫ്സ് ഖുറാൻ, ഈ ഹഫ്സ് തന്നെ ഒരെണ്ണല്ല, ഹഫ്സ് തന്നെ ഏഴെണ്ണമുണ്ട്. അല്ലെങ്കിൽ ഏഴെണ്ണം ഉണ്ടായിരുന്നു, അങ്ങനെ പറയുന്ന കാര്യം കുറച്ചുകൂടെ ശരി. ഹഫ്സ് തന്നെ ഏഴെണ്ണം ഉണ്ടായിരുന്നു. 1936 ഈജിപ്റ്റ് സർക്കാർ കൈറോ മോഡലിന്റെ കാര്യക്ഷമത കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ സ്കൂളിലെ ആ ചെറിയ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് എല്ലാ സ്കൂളിലെയും ഔദ്യോഗിക സ്റ്റാൻഡേർഡ് ആക്കി തീരുമാനിച്ചു. അതിനെ നമ്മള് ഫാറൂഖ് എഡിഷൻ എന്നറിയപ്പെട്ടു. അതായത് കിങ് ഫാറൂഖ് അറിയാലോ, അവിടുത്തെ രാജാവിന്റെ പേര്. ഫാറൂഖിന്റെ പേരിലാണ് അത് അന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ഇത് ഇസ്ലാമിന്റെ സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. ഹഫ്സ് പതിപ്പിനെ 1936 ഏകദേശം 90 വർഷം മുമ്പ് എന്ത് ചെയ്തു? എല്ലാ സ്കൂളുകളിലെയും ഖുറാന്റെ ഔദ്യോഗിക സ്റ്റാൻഡേർഡ് ആക്കാൻ അവൻ തീരുമാനിച്ചു. ഇനി 1985 ഏകദേശം 41 വർഷം മുമ്പ്, അല്ലെ, 41 വർഷം മുമ്പ് ഫഹദ് എഡിഷൻ എന്ന പേരിൽ നമ്മുടെ ഫഹദ് ഉണ്ടല്ലോ, നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ ആരുടെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫഹദ് ഇവിടെ തന്നെ ഓർത്താൽ ഫഹദ് എഡിഷൻ. 1982 അധികാരത്തിലെത്തിയ രാജാവ് ഫഹദിന്റെ പേരിലാണ് അത് നാമകരണം ചെയ്യപ്പെട്ടത്. ഇതാണ് 30 വ്യത്യസ്ത അറബി ഖുറാനുകളിൽ നിന്ന് ഹഫ്സ് തെരഞ്ഞെടുത്തപ്പോൾ 1000-ലധികം വർഷത്തിലായി വ്യത്യസ്ത ഖുറാനുകൾ നിലനിന്നിരുന്നെന്നും അവയിൽ ഒന്നും മറ്റൊന്നിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല എന്നും അവയിൽ ആകെ 93,000-ലധികം വ്യത്യാസങ്ങൾ ഉണ്ടെന്നും കൺസണന്റൽ വ്യത്യാസങ്ങൾ പോലും ധാരാളം ഉണ്ടെന്നും ഖിറാത്തിൽ വ്യത്യാസം സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് കാനോനിക്കൽ ടെക്സ്റ്റുകൾ ഉണ്ടെന്നും കത്തിക്കുകയോ കഴുകുകയോ മായ്ക്കുകയോ മൂടുകയോ അല്ലെങ്കിൽ മുക്കുകയോ ചെയ്തിട്ടും ഇന്നും ജോർജ് കുട്ടി വിചാരിച്ചു തെളിവ് നശിപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ജോർജ് കുട്ടി തെളിവ് നശിച്ചിട്ടില്ല കേട്ടോ. അത് ഇന്ന് നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫഹദ് ഇന്റർനാഷണൽ വേർഷൻ ഖുറാൻ വാസ്തവത്തിൽ എന്നെക്കാളും പ്രായം കുറഞ്ഞ, എനിക്ക് 47 വയസ്സുണ്ട്. ഈ ഫഹദ് ഇന്റർനാഷണൽ വേർഷൻ, അതായത് കിങ് KFE എന്ന് പറഞ്ഞ KFE ഖുറാൻ, നമ്മൾ പറഞ്ഞാൽ KFE ഖുറാന് കേവലം 41 വയസ്സുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഖുറാൻ 652 AD ഉസ്മാൻ പൂർത്തിയാക്കിയതല്ല. ഖുറാൻ 1300 വർഷത്തിലധികം വർഷമായിട്ട് മാറ്റമില്ലാത്തതല്ല. 924 സമാഹരിക്കപ്പെട്ട് 85 ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട് ഇന്ന് നമുക്ക് സൗദിയിൽ നിന്ന് ദാവാക്കാരുടെ പ്രവർത്തന ഫലമായിട്ട് ഇവിടെ എത്തുന്ന ഈ ഖുറാൻ എന്ന് പറഞ്ഞത് കേവലം 41 വർഷം മാത്രം പഴക്കമുള്ളതാണ്. അതായത് ഇവിടെ ഇരിക്കുന്ന പലരെക്കാളും പ്രായം കുറഞ്ഞതാണ് നിങ്ങളുടെ കിങ് ഫഹദ് വേർഷൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ദാവാക്കാർ ഇതുപോലൊരു ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നത്? ഇപ്പൊ ഈ ചർച്ച നടക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടി ചെയ്ത് നിങ്ങൾക്കറിയാമോ? ഈ ചർച്ച നടന്ന, ഈ ഡിബേറ്റ് ഡിസ്കഷൻ നടന്ന റൂം അവർ മുക്കി. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, ഈ ഡിബേറ്റിന്റെ വ്യവസ്ഥകൾ ചർച്ച ചെയ്ത റൂം അവർ മുക്കിയിട്ടുണ്ട്. എന്തിനാണ് മുക്കിയതെന്ന് എനിക്കറിയില്ല. അത് ആക്സിഡന്റ് പറ്റിയെന്നാണ് എനിക്കറിയില്ല. എന്ത് ആക്സിഡന്റ് ആണ് പറ്റുന്നത് എനിക്കറിയില്ല. എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റുന്നത്? ടൈറ്റിലിട്ട് എന്റെയും ആ ഡിബേറ്റ് മറ്റു 2 ഡിബേറ്റർമാരും പേരിട്ട റൂം മുക്കി. അപ്പൊ അത് ഇനി തിരിച്ചു കൊണ്ടുവരാൻ ഇപ്പൊ താങ്ക്ഫുള്ളി നമ്മുടെ സെബാസ്റ്റിയുടെ കയ്യിലുണ്ട്. വളരെ സന്തോഷം. അതൊന്നും ഈ ചർച്ച നടക്കാൻ ഒരു തടസ്സമാകരുത്. ഞാൻ അതിനെ അബ്ദുൾ റഷീദ് അത് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വേറെ ആരെങ്കിലും ഒക്കെ ഇടപെട്ടായിരിക്കും ചെയ്തത്. അദ്ദേഹം അങ്ങനെ ഒരു പിന്മാറുന്ന ഒരാളല്ല. കാരണം ഈ ചർച്ച നടക്കുന്ന സമയത്ത് നമ്മുടെ ഫഹദ്ക്ക വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ പോണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അബ്ദുൾ റഷീദൊക്കെ പറയുന്നുണ്ട് ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫഹദ് ഒത്തിരി പ്രാവശ്യം തടസ്സപ്പെടുത്തിയെങ്കിലും
അതൊന്നും പരിഗണിക്കാതെ തന്നെ അദ്ദേഹം മുമ്പോട്ട് പോയതാണ്. അപ്പൊ അതാണ് ഒരു പരമാർത്ഥം. അപ്പൊ അതുകൊണ്ട് റഷീദ് ഖാൻ അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഏതായാലും ഇസ്ലാമിന്റെ ദാവാപക്ഷക്കാർ ധാരാളം പേര് ഈ ചർച്ച നടക്കരുതെന്ന് ധാരാളമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാളെ നടക്കുന്ന ചർച്ച പബ്ലിക് റൂമിലായിരിക്കും. ഈ റൂമിൽ നടക്കുന്ന ചർച്ചകൾ അതായത് മോശമായ കമന്റുകളൊന്നും എഴുതാൻ പാടില്ല, അങ്ങനെയുള്ളവരെ റിമൂവ് അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മിണ്ടാതെ കേൾക്കുക. കാരണം ഇത് ഈ ചർച്ച ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, മനസ്സിലായുണ്ടോ? എന്റെ അറിവില് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും, ധാരാളം പേര് അങ്ങോട്ടും കൂടി വിഷയം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോർമലായിട്ടൊരു ചർച്ച നടന്നിട്ടില്ല. അരമണിക്കൂർ വീതം വിഷയാവതരണം, 20-15 ഇനി മറ്റോ ആണെന്നാണ് എന്റെ ഓർമ്മ. ഖണ്ഡന വാദങ്ങൾ, അങ്ങനെ ഏകദേശം 3 മണിക്കൂർ അടുത്തുള്ള ചർച്ചയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഈ ഒരു സ്കെയിലിൽ ഈ ഒരു വിഷയത്തിൽ നടന്നതായിട്ട് എന്റെ അറിവിലില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. നിങ്ങൾ എല്ലാവരും ഇതിൽ വന്ന് പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു.